ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക സംവാദ പരിപാടി ഇന്ന് എത്തിയിരിക്കുന്നത് പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിലെ വികസന കാര്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യും. ജനപ്രതിനിധികളും പൊതുജനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. എവരെയും ആലപ്പാട് ഗോൾഡ് പോരാട്ടം 2025 സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ സ്വാഗതം ജനപ്രതിനിധികളിലേക്ക്. പ്രസിഡന്റ്, പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഗീത നോബൽ, സ്വാഗതം. പ്രതിപക്ഷ നേതാവ് ഓൾവിൻ കെ തോമസ്, സ്വാഗതം. LDF പ്രതിനിധി മോഹനൻ നായർ, സ്വാഗതം. UDF പ്രതിനിധി ചാർലി അലക്സ്, സ്വാഗതം. BJP പ്രതിനിധി സുകുമാരൻ നായർ, സ്വാഗതം വേദിയിലേക്ക്. ഇവിടെ ആരംഭിക്കുന്നു ആലപ്പാട് ഗോൾഡ് പോരാട്ടം 2025 പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൽ. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് എത്തുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്തൊക്കെയാണ് ഈ നാടിനു വേണ്ടി ചെയ്യാനായിട്ട് സാധിച്ചത്? പ്രകടന പത്രികയിൽ പറഞ്ഞ എത്രത്തോളം കാര്യങ്ങൾ, എത്ര ശതമാനത്തോളം കാര്യങ്ങൾ ഇവിടെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ? നമസ്കാരം. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2020-25 വർഷത്തെ വികസന പ്രവർത്തനങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. നമുക്കറിയാം, ആദ്യമായി തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളിൻ്റെ കെട്ടിടം പൊളിച്ച് ഇരുന്ന സമയത്താണ് ഞങ്ങൾ അത് കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞാണ് ഞങ്ങൾ കടന്നു വരുന്നത്. അപ്പം LP സ്കൂളിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് LP സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ആദ്യമായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ രണ്ടാമതായി നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പുതിയ കെട്ടിടത്തിൻ്റെ പണികൾ പകുതിയാക്കി വെച്ചിരുന്ന സമയമാണ്. അതിൻ്റെ ബാക്കി പേപ്പറുകൾ നീക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഫണ്ടുകൾ ഗവൺമെൻറ്റിൽ നിന്നും അതോടൊപ്പം തന്നെ MLAയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ സമസ്ത മേഖലകളിലും വികസനം എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 13 വാർഡുകളാണുള്ളത്. ആ 13 വാർഡുകളിലും തുല്യമായിട്ട് ഫണ്ടുകൾ വീതിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം 13 വാർഡുകളിലും എത്തണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് ഓരോ റോഡുകൾക്കും അതോടൊപ്പം തന്നെ ഘടക സ്ഥാപനങ്ങൾക്കും മറ്റു മേഖലകളിലേക്കും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധുഭവിച്ച് കിടന്നിരുന്ന വിവിധ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സ്ഥാപനങ്ങളായിട്ടും അതോടൊപ്പം തന്നെ റോഡിൻ്റെയും ഒക്കെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, നമുക്ക് റോഡ് എല്ലാം നല്ല റോഡുകളായിരുന്നു. ജലജീവൻ മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് വന്നതോടുകൂടി നമുക്കറിയാം, അതിൻ്റെ പൈപ്പിടിയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 1-2 റോഡുകൾ ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെയും പണികൾ പൂർത്തിയാകുന്ന അവസ്ഥയിലേക്ക് ഗവൺമെൻറ് ഫണ്ടുകളായിട്ട് 28 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ 7 ലക്ഷം രൂപയും കൂടി സംയുക്തമായിട്ട് നമ്മുടെ നെല്ലിക്കച്ചാൽ റോഡിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കിടക്കുന്ന ഉടൻ തന്നെ അതിൻ്റെ പണികൾ പൂർത്തിയാകും. അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രിയുടെ ആശുപത്രിയുടെ മെയിൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടന കർമ്മം ഈയിടെ നടന്നു. കുടിവെള്ള പദ്ധതികൾക്കായിട്ട് 13 വാർഡുകളിലേക്കും കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ നമുക്കറിയാം ഏറ്റവും മുൻഗണന കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മുടെ CPMൻ്റെയോ അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയോ ഒരു വാർഡും വ്യത്യാസമില്ലാതെ ഓരോ വാർഡിലേക്കും കൃത്യമായിട്ട് ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം, എല്ലാ കുടിവെള്ള പദ്ധതിക്കും ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു പറയത്തക്ക രീതിയിൽ ചെയ്തിട്ടുണ്ട്? ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം, നമ്മുടെ ആശുപത്രിയുടെ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥയായിരുന്നു. അതിന് ഗവൺമെൻറ് ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നമുക്ക് കെട്ടിടം പണിയുവാനും അതുകൂടാതെ നമ്മൾക്ക് ലാബ് സൗകര്യങ്ങളില്ലായിരുന്നു. അതിന് ലാബ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അവിടെ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുകയും ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമുക്കറിയാം, നമ്മുടെ മെയിൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ഇന്നലെയായിരുന്നു നടന്നത്. അത് 55 ലക്ഷം രൂപയുടെ വികസനം അവിടെയും നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ നമുക്കറിയാം, സാധാരണക്കാരായ ജനങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത്. അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ കൃത്യമായി എത്തിക്കുവാനും അത് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടലുകളിൽ കൂടി തന്നെ നമുക്ക് ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട്
അത് കൃത്യമായിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾ, ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വീടുകൾ നിർമ്മിച്ചു നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കടന്നു വരുന്ന സമയത്ത് നമുക്കറിയാം വീട് ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിൽ 115ഓളം വീടുകൾക്ക് എന്ന് വെച്ചാൽ 68 വീടുകൾ പൂർത്തീകരിക്കുവാനും അതോടൊപ്പം തന്നെ 46 PMA ഭവന പദ്ധതിയിൽ 46 വീടുകൾക്ക് എഗ്രിമെൻ്റ് വെച്ച് അതിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിൽ സ്ഥലമുള്ളവർക്ക് വീട് പണിയാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തുകൊണ്ട് അതിന്റെ പണികൾ പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഏകോപിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് നമുക്ക് നല്ല അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം 17 ഹരിതകർമ്മസേന അംഗങ്ങളാണുള്ളത്. അവരെ വെച്ചുകൊണ്ട് തന്നെ അവർ ഓരോ വാർഡിലേക്കും അവരുടെ കൃത്യമായ ഇടപെടലിൽ നമുക്ക് ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് 13 വാർഡിലും മിനി MCFകളുണ്ട്. അവിടെ നമ്മുടെ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് നല്ല പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ അവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നല്ല പ്ലാസ്റ്റിക് എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് ശേഖരിച്ച് വെക്കുകയും അവിടുന്ന് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുമുള്ള ദിവസങ്ങളിൽ അവർ എത്തും. ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. പ്രതിപക്ഷ നേതാവ് ഓളിൻ കെ തോമസിലേക്ക് എത്തുകയാണ്. 5 വർഷത്തെ ഭരണകാലഘട്ടം, LDFന്റെ ഭരണകാലഘട്ടം എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? നമ്മുടെ ഒരു വ്യക്തിയുടെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണ്ടത് ഒരു വീട്, അദ്ദേഹത്തിന് വേണ്ട വസ്ത്രം, അതുപോലെ തന്നെ ഭക്ഷണം, അതുപോലെ തന്നെ കുടിവെള്ളം എന്നിവയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായും ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടുത്തി ഇവിടെ ധാരാളം വീടുകൾ പണിതു എന്ന് പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നു, കൃത്യമായി പറയുവാണെങ്കിൽ നമ്മുടെ ഇവിടെ ലൈഫ് മിഷന് നമ്മൾ വീടില്ലാത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് 175 പേരാണ് നമുക്ക് ഇവിടെ അപേക്ഷയായി വന്നത്. അതിനുശേഷം വീടും സ്ഥലവും ഇല്ലാതെ വന്ന 75 പേരാണ്. ഇത്രയും പേര് വന്നതിൻ്റെ അകത്ത് നമ്മൾ ആകെ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് 44 വ്യക്തികൾക്കാണ്. അതിനകത്ത് 30 വ്യക്തികൾക്ക് മാത്രമേ പൈസ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് നമ്മൾ നിലവിൽ 13 വാർഡുണ്ടെങ്കിൽ ഓരോ വർഷവും 2 വീട് സൈസ് വരുന്ന കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുവാണെങ്കിൽ 26 വീട് ഒരു വർഷം കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം നിലവിൽ 5 വർഷം കണക്ക് കൂട്ടുമ്പോൾ 130 വീട്. അപ്പോൾ അതിൻ്റെ അയലോക്കത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യം പറയാം, ലൈഫ് മിഷൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. തീർച്ചയായും ലൈഫ് മിഷന് വേണ്ടി എന്ത് ചെയ്തു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ റോഡുകൾ മുഴുവനും ലൈഫ് മിഷന് വേണ്ടി റോഡ് മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ്. ജലജീവൻ. അപ്പോൾ നമ്മുടെ ജലജീവൻ മിഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ നെല്ലിക്കച്ചാൽ ഫണ്ട് വെച്ചെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ കണ്ടാണ് റോഡ് പൂർണ്ണമായി നശിച്ചു. അതുപോലെ തന്നെ എല്ലാ വാർഡിലും നിങ്ങൾ നോക്കിയോ, കാരണം ഇത് മെയിൻറ്റെയിൻസ് ചെയ്തോളാം എന്ന് പറഞ്ഞാണ് കുഴി കുത്തിയത്. പലയിടത്തും പൈപ്പ് ഇട്ടിട്ടില്ല, പലയിടത്തും ഇട്ട പൈപ്പ് എടുത്തോണ്ടും പോയിട്ടുണ്ട്. അപ്പം തീർച്ചയായും അതിൻ്റെ കാര്യത്തിലും നമുക്ക് തീർച്ചയായും അതൊരു വിജയമല്ല എന്ന് തന്നെ എനിക്ക് പറയാനുണ്ട്. പിന്നെ ചേർന്നാൾ സ്റ്റേഡിയത്തിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. ചേർന്നാൾ സ്റ്റേഡിയം അവിടെ ഒരു നമ്മുടെ നിലവിൽ അവിടെ നമ്മുടെ അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ അതിലെ വള്ളമോ അല്ലെങ്കിൽ നീന്തിയോ പോകേണ്ട അവസ്ഥയാണ് കുഞ്ഞു പിള്ളേർക്ക്, അംഗൻവാടി പിള്ളേർക്ക് അവസ്ഥ. കാരണം പല തവണയും വന്ന് ലക്ഷക്കണക്കിന് എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഒരിക്കലും ഇതുവരെ 1 രൂപ പോലും ആ സ്റ്റേഡിയത്തിനായിട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. പഞ്ചായത്തിലുള്ള ആകെ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് ചേർന്നാൾ സ്റ്റേഡിയമാണ്. അടുത്തതായിട്ട് പറയുന്ന പുതിയ റോഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് റോഡ് ചോദിച്ച് മേടിച്ചാൽ അത് ഫ്രഷ് റോഡിന് ഫണ്ടില്ല. ആകെ തൊഴിലുറപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഇപ്പം 2 ലക്ഷം രൂപ ആകെയുണ്ട്. ഈ 2 ലക്ഷം രൂപയ്ക്ക് പുതിയ റോഡ് നമ്മൾ എങ്ങനെ ചെയ്യും? മൊത്തം മെയിൻ്റെനൻസ് ഫണ്ടാണ്. മെയിൻ്റെനൻസ് ഫണ്ട് ചെയ്ത റോഡിൻ്റെ പുറമേ വീണ്ടും ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഈ തവണ മെയിൻ്റെനൻസ് ഫണ്ട് അതും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കേസാണ്. ആകെ കിട്ടിയിരിക്കുന്ന 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപയ്ക്ക് ഒരു വാർഡിലോട്ട് ചെയ്ത് ഇപ്പം 13 14 വാർഡായി. അപ്പം നമ്മൾ എങ്ങനെ വികസനം കൊണ്ടുവരും? ഈ വാർഡിൻ്റെ എണ്ണം കൂടിയിട്ട് കാര്യമുണ്ടോ? അതിനുള്ള വികസനമാണ് നമുക്ക് വേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും ഇനിയും പറയാനുണ്ട്. വികസന സദസ്സ് കഴിഞ്ഞ ദിവസം ഇവിടെ വികസന സദസ്സ് നടത്തി. തുറന്നൊരു കാര്യം പറയണം. വികസന സദസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഭരണത്തിൽ വന്നിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് വികസനം. അതിന് 1,60,000 രൂപയാണ് പഞ്ചായത്ത് ഫണ്ട് വെച്ചത്. പക്ഷേ 2 ലക്ഷം രൂപ മുകളിൽ ഇതിന് ചിലവായിട്ട്, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഫണ്ട് വെച്ചിരിക്കുന്ന 1,60,000 രൂപ വെറും വേസ്റ്റ് ആക്കിയിരിക്കുകയാണ്. അടുത്ത പറയാം, ഇപ്പം വളരെ സങ്കടത്തോടൊരു കാര്യം പറയാണ്. നമ്മുടെ MP ആൻഡോ ആന്റണി MP ഒരു ആംബുലൻസ് കൊടുത്തു. അതായത് 2 മാസം അത് ആ വണ്ടി വെറുതെ അവിടെ കിടന്നു, ഡ്രൈവർ ഇല്ലാണ്ട്. അവസാനം പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി അവസാനം ഡ്രൈവറെ കിട്ടി.
എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്ത ആളെ കൊണ്ടുവന്നു, ഓക്കെ വണ്ടി ഓടാൻ തുടങ്ങി. ഓക്കെ ഇന്നലെ രാത്രിയിൽ ആരോ അതിന്റെ ഗ്ലാസ് തല്ലി പൊടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇപ്പൊ അത് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അത് പ്രസിഡന്റ് അറിയാം, പ്രസിഡന്റ് എല്ലാം കൂടിയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അപ്പം തീർച്ചയായിട്ടും അങ്ങനെ, അതായത് അവിടെ ഒരു CC ക്യാമറ ഫിറ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിന് ലക്ഷങ്ങൾ മുടക്കി എന്ന് പറയുന്നുണ്ടല്ലോ, ഓക്കെ ഒരു നിസ്സാരമായ കാര്യം ചെയ്യാതെയാണോ ഈ കോടിക്കണക്കിന് പൈസ മുടക്കുന്നത്? ഓക്കെ ഓക്കെ വീണ്ടും 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 തിരിച്ചു വരാം. BJPയിലേക്ക് എത്തുകയാണ്. ഈ 5 വർഷം ഭരണകാലം പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിന് എന്തൊക്കെ നേടാനായിട്ട് സാധിച്ചു? BJPയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? BJPയുടെ അഭിപ്രായം, ഈ രണ്ട് പാർട്ടികളും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നു, പഞ്ചായത്ത് ഭരിക്കുന്നു കാലാകാലങ്ങളായിട്ട്. BJP ഇതുവരെ ഭരണത്തിൽ വന്നിട്ടില്ല. പിന്നെ രണ്ട് പാർട്ടികളും ഭരിക്കുമ്പം ഒരേപോലെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഒരേപോലെ ആ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. വികസനങ്ങൾ ഉണ്ടാവുന്നില്ല. വികസനങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ കുറച്ചല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ഒന്ന് മുഴുവൻ എത്തിക്കുന്നില്ല പല കാര്യങ്ങളിലും. ഓക്കെ ഓക്കെ ഇപ്പം LDF പ്രതിനിധിയിലേക്ക് എത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ചുകൊണ്ട് വികസന പദ്ധതി നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും ഭവന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ചേനാട് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടുള്ള മറുപടി? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തികച്ചും നിർഭാഗ്യകരമായ കാര്യമാണ്. പകുതി നുണയും ബാക്കി ഭാവനയും ചേർന്നാണ് പറഞ്ഞത്. വസ്തുതകൾ നിരത്തി പരിശോധിക്കുമ്പം വളരെ കൃത്യമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അതിലാദ്യം എടുത്തു പറയേണ്ടതാണ് ജലജീവൻ മിഷൻ പദ്ധതി. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ പരിശ്രമത്തോടു കൂടി തന്നെ വിവിധ വാർഡുകളിൽ നമ്മൾ 5ഓളം സ്ഥലങ്ങളാണ് ഏറ്റെടുത്തത്. അതിൽ 2 സ്ഥലം തികച്ചും സൗജന്യമായി ടാങ്ക് പണിയുന്നതിന് കണ്ടെത്തുകയും ബാക്കി വില കൊടുത്ത് ഗ്രാമപഞ്ചായത്ത് വാങ്ങി 5 വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തി. അതിൽ 2 അവസാന ഘട്ടത്തിൽ പൂർത്തീകരണ ഘട്ടത്തിലുമാണ് എത്തി നിൽക്കുന്നത്. ഒരു ടാങ്ക് നിലവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ മണിയങ്കുന്നിലുള്ള ടാങ്കുമാണ്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പൈപ്പ് ലൈൻ ഏതാണ്ട് 50% മുകളിൽ പൈപ്പ് ലൈൻ ഇതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2026 അവസാനത്തോടുകൂടി ഇത് കമ്മീഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഗ്രാമപഞ്ചായത്തും ഗവൺമെൻറ്റും ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധജലം എത്തിക്കാവുന്നതുമാണ്. ഇതാണ് ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പ്രതിപക്ഷം സൂചിപ്പിക്കുകയുണ്ടായി. ഇത്രത്തോളം ഭവനം മാത്രം അത്രത്തോളം ഭവനം മാത്രമാണ് നിർമ്മിച്ചു നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. അല്ല, അത് പറഞ്ഞതിനകത്ത് ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. 65 വീടുകൾ നമ്മൾ കൃത്യമായി അതിന് പദ്ധതി വിഹിതം അതിനുവേണ്ടി നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ 43 വീടിന് പൂർണ്ണമായും പദ്ധതി വിഹിതം കൊടുത്തിട്ടുണ്ട്. ബാക്കി 15 വീടുകൾക്ക് കൊടുക്കാനുണ്ട്. അതോടൊപ്പം തന്നെ PMA പദ്ധതിയിൽപ്പെടുത്തി ബാക്കിയുള്ള 43 വീടുകൾക്ക് PMA പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 2 ഗഡുവും ചില വീടുകൾക്ക് 3-ാം ഗഡുവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം തന്നെ അടുത്ത തവണ നമുക്ക് പുതിയതായി ഗവൺമെൻറ് വായ്പ എടുക്കുന്നതിന് ഹഡ്കോയിൽ നിന്ന് അനുവാദം തന്നിട്ടുണ്ട്. എത്രയാണോ നമുക്ക് അപേക്ഷകരുള്ളത് അത്രയും പേർക്ക് കൊടുക്കുവാനുള്ള പഞ്ചായത്ത് വിഹിതം അനുസരിച്ച് ആനുപാതികമായി ലോൺ എടുക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് പൂർണ്ണമായി പരിഹാരം കാണുന്നതാണ്. ഓക്കെ, UDF പ്രതിനിധിയിലേക്ക് എത്തുകയാണ്. ഓളിമിൻ സൂചിപ്പിച്ചതനുസരിച്ച് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത്രത്തോളം വളരുവാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ LDF പ്രതിനിധി പറയുന്നു അർഹമായ രീതിയിൽ കാര്യമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പൂർണ്ണമായിട്ട് യോജിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ പ്രസൻറ്റ് സമയത്ത് നമ്മൾ അനുഭവയോഗ്യമായത് എന്താണോ അതാണല്ലോ ശരി. ഈ പറഞ്ഞാൽ എത്ര വീടുകൾ പൂർത്തീകരിച്ചു എന്നുള്ളതിനെപ്പറ്റി മാത്രം പ്രസക്തി, എത്ര കൊടുത്തു എന്നുള്ളത് അത് വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിലവിൽ എത്ര വിധം കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അതിന് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുക. പിന്നെ വേറൊന്ന് ഈ ജലശ്രീ ജലജീവൻ മിഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നാളുകളേറെയായി റോഡ് മൊത്തം കുഴിച്ച് താറുമാറാക്കിയിടുന്നു. ഇപ്പം നെല്ലിക്കച്ചാൽ കുഴിയൽ റോഡ് ഈ പറഞ്ഞ പോലെ അവർ ഓട്ട അടയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും മോശമായിട്ട് കിടക്കുന്ന റോഡാണ് ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ ആശുപത്രി കോട്ടുകാപ്പള്ളി റോഡ്, അങ്ങോട്ട് തത്തുകല റോഡ്. അതിന് എന്തുമാത്രം ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതുമാത്രം എത്ര പേര് തലതല്ലി താഴെ വീണു, കാലും കൈ ഓടി, നിങ്ങളുടെ ദാറ്റ് മീൻസ് അപകടങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ, ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു ഫണ്ട് അലോക്കേഷൻ ഇല്ലേ? അങ്ങനെ അലോക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് പോകേണ്ടതല്ലേ? ഇതോ എത്ര നാളുകളായിട്ട് ഈ പരിപാടികൾ നടക്കുന്നു. പിന്നെ വേറൊന്നും എനിക്കൊന്ന് പറയാണ്ട്, ഈ സ്കൂളിൻ്റെയൊക്കെ വികസന പ്രവർത്തനത്തെ പറ്റി പറയുന്നുണ്ട്. ഈ മലയാള ഗവൺമെൻറ് സ്കൂളുകാർ ഉദ്ഘാടനം ചെയ്തു. അതിന് മുന്നേ ഒരു സ്കൂൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഒരു നല്ലൊരു ഓഡിറ്റ് നല്ല സ്കൂൾ ഉണ്ടായിരുന്നല്ലോ. ആ സ്കൂളിലുണ്ടായിരുന്ന ആ മെറ്റീരിയൽസ് കട്ടളയായിക്കോട്ടെ ഉരുപ്പടികളായിട്ട് അതിനെപ്പറ്റി വല്ല അറിവുകളും ഈ പഞ്ചായത്തിനുണ്ടോ? അതൊക്കെ ഇതുവഴി പോയെന്ന് വല്ല ധാരണയുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ
തീർച്ചയായിട്ടും നമ്മൾ പിന്നെ പഠന വിഷയമാക്കേണ്ടതാണ്. അത് പഞ്ചായത്തിൽ ലിസ്റ്റ് വന്നിട്ടുണ്ട്, പഞ്ചായത്തിൽ അതിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ അത് സംശയം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വരും. ഓക്കെ, അതിന്റെ മറുപടി ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look, before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈ ലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈ ലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ മുരിക്കൻസ്.com.
അല്ലെങ്കിൽ solarkerala.com. കൃത്യമായി പറഞ്ഞാൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് 50%, ബാക്കി തുകയുടെ 25% സംസ്ഥാന ഗവൺമെൻറ്റും 15% ഗ്രാമപഞ്ചായത്തും 10% ഗുണഭോക്തൃ വീതവും വാങ്ങി വേണം ഈ പദ്ധതി നടപ്പാക്കാനാണ് ഗവൺമെൻറ് നിർദ്ദേശം. എന്നാൽ പൂഞ്ഞ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നൊരു പഞ്ചായത്താണെന്ന് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകളാണ് പഞ്ചായത്തിൽ താമസിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് 10% അഡ്വാൻസ് വാങ്ങി നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് പരിഗണിച്ച് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും അത് പൂർണ്ണമായും തൽക്കാലം ഒഴിവാക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ 15%, ഗുണഭോക്തൃ വീതവും 10%, 1 രൂപയും ഇപ്പോൾ വാങ്ങാതെയാണ് ഇതിൻ്റെ പ്രവൃത്തി നടന്നു വരുന്നത്. മറ്റൊന്ന്, ഈ UDF പ്രതിനിധികൾ ഇവിടെ വന്ന് നിൽക്കുമ്പം ഇത്തരം കാര്യങ്ങൾ ഘോരഘോരം പ്രസംഗിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, 2018-20 കാലഘട്ടം ഈ പൂഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത് UDF ആണ്. ജനപക്ഷവും ചേർന്നാണ് ഭരിച്ചിരുന്നത്. ഗവൺമെൻറ് LP സ്കൂളിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. 2018 അനുവദിച്ച 50 ലക്ഷം രൂപ തികച്ചും ലാപ്സാക്കി കളഞ്ഞു. ഒരു ചെറു മണ്ണെടുത്ത് അവിടെ നിന്ന് മാറ്റാൻ ഈ തുക ഉപയോഗിച്ച് അവർക്ക് അതിന് TS മേടിക്കാനോ AS മേടിക്കാനോ അവർക്ക് സാധ്യമല്ല. ഭരണസമിതി തുടർന്ന് വന്ന LDF ഭരണസമിതിയാണ് അതിനുവേണ്ടി പരിശ്രമിച്ചതും ആ തുക തിരിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് മേടിക്കുകയും കൂടാതെ 1 കോടിയും കൂടി 1.5 കോടിയുടെയാണ് പണി പൂർത്തിയാക്കി ആ സ്കൂള് എല്ലാവർക്കും നല്ല രീതിയിൽ പോകാൻ സാധ്യമായത്. തീർന്നില്ല. അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. 50 ലക്ഷം രൂപ മുൻ MLA PC ജോർജ് അനുവദിക്കപ്പെട്ടിരുന്നതാണ്. ഈ 18-20 ആ ഭരണസമിതി തന്നെ UDFിൻ്റെയും PC ജോർജിൻ്റെയും ഭരണസമിതി ആ തുകയും ലാപ്സാക്കി. അതും തീർന്നില്ല. ഗ്രാമപഞ്ചായത്തിന് പുതിയ കെട്ടിടം പണിയുന്നതിന് 50 ലക്ഷം രൂപ 18 അനുവദിച്ചതാണ്. അതും ലാസാക്കി. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് വികസന വിരോധികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വികസനത്തിന് ഗവൺമെൻറ് ഫണ്ട് അനുവദിക്കുന്നുണ്ട്, പക്ഷേ അത് നടപ്പാക്കുക. ഇതാണ് ഇവരുടെ ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, ഒരു മിനിറ്റ്. പ്രസിഡന്റിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു ആരോപണം പറ്റിയിട്ടുണ്ട്. ഗവൺമെന്റ് സ്കൂളുമായി ബന്ധപ്പെട്ട അതിന്റെ കട്ടള ഉരുപ്പടി കട്ട അത് എവിടെയാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടോ, ആ സ്റ്റോക്ക് ആ സ്റ്റേഷനിൽ ഉണ്ടോ എന്നുള്ളതാണ്. അത് ഞാൻ ഭരണസമിതി ഞാൻ അവിടെ മെമ്പറായിരിക്കുന്ന സമയത്തല്ലല്ലോ. അപ്പോൾ ഞാൻ പ്രസിഡൻ്റായിട്ട് വന്നത് 2020-25 കാലഘട്ടത്തിലാണ്. എനിക്ക് അതിൻ്റെ പുറകിലേക്കുള്ള കാര്യത്തിലേക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ 2020 വന്നു. 21 നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ നമുക്കിപ്പം അത് ചകഞ്ഞും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് സ്കൂള് പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ സാധ്യമാക്കി. അതിന് വേണ്ട ഫണ്ടുകൾ ഗവൺമെൻറ്റിൽ പോയി കണ്ടെത്തിക്കൊണ്ട് MLAയുമായിട്ട് ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ ബ്ലോക്ക് മെമ്പറിൻ്റെയും പൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് സ്കൂളിൻ്റെ കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ നേരാണ്. ആ ചോദ്യത്തിന്റെ ഒരു ക്ലിയർ മറുപടിയാണ് വേണ്ടത്. കാരണം വെച്ചാൽ അത് കഴിഞ്ഞ കാലത്തുള്ള ആര് ചെയ്തെങ്കിലും അത് നമ്മൾ അല്ലെങ്കിൽ ആ ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അല്ലെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾ ഏൽക്കേണ്ടി വരില്ലേ? അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടത് ആ ഭരണസമിതിയിൽ ഇരുന്ന പ്രസിഡന്റ് ആരാണോ അവരോടാണ് ചോദിക്കേണ്ടത്. ആ സമയത്ത് UDFിൻ്റെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്കറിയാം അത് എന്ത് ചെയ്തു എന്നുള്ളത്. ഇവിടെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഒരു കെട്ടിടം, ഗവൺമെൻറ് കെട്ടിടം, സ്കൂളാവട്ടെ മറ്റിതര കെട്ടിടങ്ങളാവട്ടെ, ആ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് അതിന് കാലപ്പഴക്കം നിശ്ചയിച്ച് കൃത്യമായി എഞ്ചിനീയറുടെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ആ സ്കൂളിന് നിലവിലുള്ള സ്കൂളിന് എത്രയാണ് വാല്യുവേഷൻ, കൃത്യമായി വാല്യുവേഷനും എടുത്ത് നിയമപ്രകാരം തന്നെയാണ് അത് പൊളിച്ചു നീക്കിയിട്ടുള്ളതും മറ്റ് പ്രവൃത്തികൾ ഏറ്റെടുത്തതും. ഇതിൻ്റെ ഏത് രേഖയും പൗരാവകാശം വെച്ചാൽ അവകാശം മൂലം ആർക്കും ലഭ്യമാണ്. ഓക്കെ, പ്രതിപക്ഷത്തിലേക്ക് എത്തുകയാണ്. പ്രതിപക്ഷത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ആരോപണം എത്രത്തോളം നിങ്ങളുടെ ഭരണകാലത്താണ് ഇവിടെ കെട്ടിടം പൊളിച്ചതെന്ന് പറയുന്നു. ആ കാലഘട്ടത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നോ? 2018 ഈ ഞാനും ഉണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡന്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അന്ന് മെമ്പർമാരായിരുന്നു. ഓക്കെ. അപ്പോൾ 2018 വരെയും നമ്മുടെ രമേശ് ബി വെട്ടിമറ്റം പ്രസിഡന്റായിരുന്നു. അതിനുശേഷം പ്രസാദ് ചേട്ടന പ്രസിഡന്റായത്. അപ്പം തീർച്ചയായും അവിടെ ഫണ്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, പൈസ അനുവദിച്ചു എന്ന് പറയുന്നുണ്ട്, ഇപ്പം പറയുന്ന പോലെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അന്നത്തെ MLA ജനപക്ഷ MLA ആയിരുന്നുകൊണ്ട് ആ ഫണ്ട് ഒന്ന് ചവിട്ടി വെച്ചു. അതോട് സംഭവിച്ചുള്ളൂ. അത് ആരോടുള്ള ഒരു വിരോധമായിരിക്കും? തീർച്ചയായിട്ടും അറിയാലോ. ഞാൻ പൊതുവേദി പറയേണ്ട ആവശ്യം. BJPയിലേക്ക് എത്തുകയാണ്. നമ്മുടെ റോഡുകൾ തകർന്നു കിടക്കുന്നു. ദൃശ്യ ന്യൂസ് ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങൾ ഇവിടുത്തെ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. കേന്ദ്രത്തിൽ നിന്നും എന്തൊക്കെ ഈ ഗവൺമെന്റിന് നൽകുന്നുണ്ട്? കേന്ദ്രത്തിൽ നിന്ന് എന്ത് നൽകുന്നുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ പദ്ധതികളെ കുറിച്ചും എനിക്ക് ജലജീവൻ പദ്ധതി, വെള്ള പദ്ധതി കേന്ദ്രത്തിന്റെ, പിന്നെ കുറെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ
നമ്മുടെ റോഡുകളെല്ലാം കേന്ദ്രം നൽകുന്ന ഫണ്ടുകൾ ശരിയായ രീതിയിൽ ഇവർ വിനിയോഗിക്കുന്നുണ്ടോ? കേന്ദ്രം നൽകുന്ന ഫണ്ട് ശരിയായ രീതിയിലല്ല വിനിയോഗിക്കുന്നത്. ഓക്കെ, ആ ഒരു ഉണ്ടുണ്ട്, പരാതിയുണ്ട്, അങ്ങനെയല്ല വിനിയോഗിക്കുന്നത്. പിന്നെ കേന്ദ്രം കൊണ്ടുവരുന്ന പല പദ്ധതികളും ഈ രാഷ്ട്രീയത്തിന്റെ വിരോധം വെച്ച് നടത്താതെ പോകുന്നുണ്ട്. BJP ഒറ്റപ്പെടുത്തുന്നു, ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ. കേന്ദ്രം നൽകുന്ന ഫണ്ടുകൾ ധാരാളമായി നൽകുന്നുണ്ട്, അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കേന്ദ്രം പൊതുവെ ഫണ്ട് തരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നിരവധി ഉണ്ടെങ്കിലും അതിനാവശ്യമായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിനാവശ്യമായ പണം നൽകുന്നില്ല. നൽകുന്ന പണം വളരെ കൃത്യമായി ആണ് ചെലവഴിക്കപ്പെടുക. അതിൻ്റെ ആവശ്യമായ രേഖ BJPക്കോ ആർക്കെങ്കിലും വേണമെങ്കിൽ, പബ്ലിക്കിന് ആർക്ക് വേണമെങ്കിലും പഞ്ചായത്തിൽ നിന്ന് എടുക്കാവുന്നതാണ്. 1 രൂപ പോലും ലാക്സാക്കിയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായോ ക്രമവിരുദ്ധമായോ പഞ്ചായത്ത് ചെലവാക്കുന്നില്ല. ഓക്കെ, ഈ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 45% അല്ലെ പഞ്ചായത്ത് അടക്കേണ്ട ഒരു വിഹിതമുണ്ട്, സർക്കാർ അടക്കേണ്ട ഒരു വിഹിതമുണ്ട്. അത് കേന്ദ്രത്തിന് അടയ്ക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം പൊതുവെ ഉണ്ട്. അതല്ല ശരി. ഈ പഞ്ചായത്ത് വളരെ കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെ വിഹിതവും സംസ്ഥാന വിഹിതവും ഏറ്റെടുത്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രവർത്തികൾ ഏറ്റെടുക്കുന്നത്. എന്നാൽ യഥാസമയം കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടാത്തത് മൂലമാണ് ഇതിൻ്റെ കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാൻ പറ്റാതെ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം. പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമാണ്. ഇവിടെ നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇവിടെ ജനപ്രതിനിധികളായി എത്തിയിരിക്കുന്ന ഡയസിലുള്ള ആരോടും നിങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ആരാണ് ചോദിക്കുന്നത്? ആർക്കാണ് ചോദ്യം? ആരോടാണ്? പ്രതിപക്ഷ നേതാവിനോട്. ഓക്കെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ഇവിടെ വളരെ കാര്യമായിട്ടുള്ള വികസനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം അതിനകത്തൊരു നമ്മുടെ മോഹനൻ നായർ വികസന വിരോധികൾ എന്നുള്ള ഒരു പദം ഉപയോഗിച്ചു. വളരെ ചേരുന്ന ഒരു പദമാണ്. മറ്റൊന്നും അല്ലത്, ഞാൻ പഞ്ചായത്തിലെ എല്ലാ പരിപാടികൾക്കും സാധാരണ രാഷ്ട്രീയ പാർട്ടി ആളായിട്ട് പോണതാണ്. പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ അല്ല UDFൻ്റെ ഒറ്റ മെമ്പർമാരും ഒരു പരിപാടിയിലും പങ്കെടുക്കാറില്ല. അവർ വാക്കൗട്ട് നടത്തുകയാണ്. ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ വാക്കൗട്ട് നടത്തുന്ന മെമ്പർമാരാണ് ഈ നിൽക്കുന്ന ഓൾവിൻ ഉൾപ്പെടെയുള്ള UDFൻ്റെ മെമ്പർമാർ. പിന്നെ മറ്റൊന്നറിയാം, ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു പശുക്കൂടിൻ്റെ മേൾ എങ്ങനെയാണോ അതുപോലെയാണ് അത്. ആ ഓടിട്ട നല്ല കെട്ടിടമായിരുന്നു നേരത്തെ. അത് UDFൻ്റെ ഭരണകാലത്താണ് ആ ഓട് മാറ്റി ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു പ്രസ്ഥാനം, ആ ഒരു ഓഫീസാണ് ഇപ്പോൾ ഇവിടെ മാറ്റി നല്ല ഭംഗിയായിട്ടുള്ള പുതിയ കെട്ടിടം പണിതിരിക്കുന്നത്. അതിന് പോലും പങ്കെടുക്കാത്ത മെമ്പർമാരാണ് ഈ UDFൻ്റെ മെമ്പർമാർ. ഒരു പരിപാടിക്കും പങ്കെടുക്കാറില്ല. ആകെ മിക്കവാറും പങ്കെടുക്കുന്നത് ആ ലിസമ്മാസണ്ണി പങ്കെടുക്കാറുണ്ട് ചില കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഉഷാകുമാരി, വേറെ ആരും പങ്കെടുക്കില്ല. ഇവർ വാക്കൗട്ട്, ഞാൻ ചോദിക്കാറുണ്ട്, അപ്പോൾ വാക്കൗട്ടാണ് അറിയും. സ്വാഗതം മോഹനൻ നായർ എന്നും പറയുന്നു. സ്വാഗതം മോഹനൻ നായർ പറയാറുണ്ടോ ഇവർക്കൊക്കെ വന്നില്ലേലും? ഇതാണ് UDFൻ്റെ. ഓക്കെ, അങ്ങനെ ചോദ്യം, ഇതിന് ഉത്തരം മതി. ഓക്കെ, അതിനുള്ളൊരു ഉത്തരം. വാക്കൗട്ടുകൾ നടത്തുകയാണോ പ്രതിപക്ഷം ചെയ്യുന്നത്? ഒരിക്കലുമല്ല. അതായത് കഴിഞ്ഞ 4 വർഷക്കാലം വരെ നല്ല രീതിയിൽ തന്നെ ഇവരോടൊപ്പം തന്നെ എല്ലാം സഹകരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ഇപ്പം ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങൾ പറയാം. പഞ്ചായത്തിൻ്റെ അതായത് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ വെറും കറിവേപ്പിലയായി ഞങ്ങൾ പുറത്തു പോയിരിക്കുന്നത്. കാരണം പഞ്ചായത്തിലെ അംഗങ്ങളെല്ലാവരും കൂടിയാണ് ഇത് ഉദ്ഘാടനം നടത്തേണ്ടത്. യൂണിഫോം മേടിക്കാൻ പറഞ്ഞു, യൂണിഫോം മേടിച്ചു, നമ്മൾ ഷർട്ടും വെള്ളയൊക്കെ മാറ്റി ആ ഡ്രസ്സ് വിട്ട് നമ്മൾ ഇറങ്ങി. പക്ഷേ പഞ്ചായത്തിലല്ല, വേറെ ആൾക്കാരാണ് പുറത്തുനിന്ന് വന്ന് സ്റ്റേജിൽ കയറിയിരിക്കുന്നത്. അത് കാണിക്കുന്നത് ശരിയാണോ? ഓക്കെ, പ്രസിഡന്റ്, അതിനെന്താണ് ഒരു മറുപടി? വാക്കൗട്ടുകൾ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാനുണ്ട്. 13 മെമ്പർമാർ തുല്യമായിട്ട് കാണുന്നത്. 4 പേർക്ക് മാത്രം മൊമെന്റോ കൊടുത്തു, ബാക്കി ആർക്കും മൊമെന്റോ ഇല്ല. ഓക്കെ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല, യൂണിഫോം ഉൾപ്പെടെയുള്ളവ നൽകുന്നു. പിന്നെ മൊമെന്റോ നൽകിയ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എന്താണ്? നമ്മൾ ഏത് പരിപാടികൾ വയ്ക്കുമ്പോഴും, ഗ്രാമപഞ്ചായത്തിൻ്റെ ഏത് പരിപാടികൾ വയ്ക്കുമ്പോഴും നമ്മൾ ആലോചിച്ചാണ് അതിൻ്റെ മീറ്റിങ്ങുകൾ, ഒരു കമ്മിറ്റിയിൽ തീരുമാനങ്ങൾ എടുക്കും. അതോടൊപ്പം തന്നെ സംഘാടക സമിതി വിളിച്ചു കൂട്ടിയാണ്. അത് ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ മുഴുവനും വിളിക്കാറുണ്ട്. പ്രതിപക്ഷം എന്നോ ഭരണപക്ഷമെന്നോ അല്ല, നമ്മളെ മുഴുവൻ ആളുകളെയും ഇതുപോലെ വിളിച്ച് അവരുമായിട്ട് ആലോചിച്ച് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഒരു ഉദ്ഘാടന പരിപാടി ഉണ്ടെങ്കിൽ അതെങ്ങനെ നടത്തണം, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഈ മെമ്പർമാരെല്ലാവരും കൂടി നടത്തേണ്ട കാര്യങ്ങളാണ്. ശരിയാണ്, യൂണിഫോം, ഞാൻ പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് ഞാൻ സ്റ്റേജിൽ കയറിയിരുന്നത്. കാരണം നമ്മുടെ ഇവിടെ സ്റ്റേജ് കെട്ടിയപ്പോൾ അപ്പോഴും നമുക്ക് BJP ആളുകളുടെ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്റ്റേജ് വലുതാക്കി ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ അവിടെ അതിനകത്ത് കയറിയിരിക്കാൻ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നു. അപ്പം വേറെ വല്ലവരും എന്ന് പറയുമ്പം അത് നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അതിനോട് ഞാൻ അതുകൂടാതെ പിന്നെ നമ്മൾ മൊമെന്റോ നൽകിയതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ,
വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വികസനകാര്യം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇവർക്ക് അതിനകത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവരുടെ ആളാണ്. അപ്പൊ അവരെ ഒഴിവാക്കിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അത്. പിന്നെ കൂടാതെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് അവിടേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഒരു 5 വർഷത്തെ ഭരണസമിതി തീരുന്ന സമയത്ത് പൊതുവായിട്ട് വലിയൊരു പരിപാടിയായിട്ട് നമുക്ക് സംഘടിപ്പിക്കണമെന്നും മുഴുവൻ മെമ്പർമാർക്കും മൊമെന്റോ കൊടുത്ത് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും ഒരു സംയുക്തമായിട്ട് ഒരു മീറ്റിംഗ് നടത്തി വേണം പിരിയാൻ എന്നുള്ള രൂപത്തിലായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇത്രയും പേർക്കായിട്ട് മാത്രം മൊമെന്റോ കൊടുത്തത്. അതുകൂടാതെ മൊമെന്റോ കൊടുത്തിരുന്നത് നമ്മൾ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നവരെ ആദരിക്കുന്നുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഇത്രയും പേർക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. എന്താണ് പറയാനുള്ളത്? അല്ല, ഉദ്ഘാടന സമയത്ത് ഒരു MPയെ വിളിക്കാത്ത ആദ്യത്തെ പരിപാടി ഞാൻ കാണുകയാണ്. കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് MPയുടെ ഫോട്ടോ കാണാൻ പോകുന്നത്. കാരണം എതിരെ വന്നാലും പ്രോട്ടോകോൾ നിയമം അനുസരിച്ച് MPയെ നമ്മുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കേണ്ടതാണ്. എന്താണ് മോഹനൻ നായർ പ്ലീസ്? പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധിച്ച് ഉണ്ടായ ചില വിഷയങ്ങൾ ഇവിടെ ഉന്നയിച്ചിരുന്നു. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിൽ കൂട്ടിച്ചേർക്കേണ്ട 1-2 കാര്യമുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ സാമൂഹ്യ പുരോഗതി കൈവരിക്കുന്നതിന് നിരവധിയായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ വലിയ തോതിലുള്ള പങ്കാണ് വഹിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഉണ്ട്, അത് BJPയുടെ മെമ്പർമാരുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മറ്റ് CPMൻ്റെ മെമ്പർമാരുണ്ടായിരുന്നു, പ്രസിഡന്റുമാരുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരുണ്ടായിരുന്നു. അവരെ എല്ലാം വിളിച്ച് ആദരിക്കണമെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം. അതനുസരിച്ച് സംഘടിപ്പിച്ചപ്പം സ്റ്റേജ് കുറവായതുകൊണ്ട് ഇവരെല്ലാം നമ്മുടെ അതിഥികളാണ്. അതുകൊണ്ട് ജനപ്രതിനിധികളായ ഞങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കാനുണ്ടായത്. അതിലാരെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ടോ, അതിൽ മുന്നിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ അളന്നു നോക്കാറില്ല. ചിലപ്പം ഓൾവിൻ സാധാരണഗതിയിലുള്ള എല്ലാ മീറ്റിങ്ങുകളിലും, ഈ മീറ്റിംഗ് മാത്രമല്ല, ഞാനത് ആക്ഷേപമല്ല പറയുന്നത്, അദ്ദേഹം പിന്നിലാണ് നിൽക്കാറ് എല്ലാ യോഗത്തിലും. അപ്പോൾ അത്രയും അവിടെ സംഭവിച്ചിട്ടുള്ളൂ. മൊമെന്റം വളരെ കൃത്യമായിട്ടാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, പഞ്ചായത്തിൻ്റെ ഓൾവിനൊന്ന് സൂചിപ്പിച്ചു, 1,60,000 രൂപ വളരെ കൃത്യമാണ്. അതാണ് പദ്ധതിയിലൂടെ നമ്മൾ വെച്ചിരിക്കുന്നത്. 1,60,000. 2,02,000 രൂപ അത് ചിലവുണ്ട്. ബാക്കി 42,000 രൂപയും നമ്മൾ കോൺട്രിബ്യൂഷനിലൂടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, സ്പോൺസർഷിപ്പിലൂടെ ആകാം, അങ്ങനെയാകാം. അടുത്ത ചോദ്യം ആർക്കാണ്? അടുത്ത ചോദ്യം ചോദിച്ചു, ആരോടാണ്? BJPയുടെ. അങ്ങ് ഇവിടെ കുറച്ചു മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ മേന്മകളെ കുറിച്ച് കൊട്ടിഘോഷിക്കുന്നുണ്ട്. ഞാൻ ഭിന്നശേഷിയുള്ള ഒരാളാണ്, ഭിന്നശേഷിയുടെ പെൻഷൻ വാങ്ങിക്കുന്ന ഒരാളാണ്. കേന്ദ്ര ഭരണസമിതി ഭരണം എത്ര രൂപയാണ് പെൻഷന് വേണ്ടി കേരള സർക്കാരിന് നൽകുന്നത്? അത് ഇത്ര നാൾ വരെ എത്ര രൂപ കൊടുത്തു എന്നൊരു അറിവ് താങ്കളുണ്ടോ? എത്ര രൂപ കടമുണ്ട്, അതും കൂടെ ഒന്ന് പറയണം. ഇങ്ങനെ കേന്ദ്ര സർക്കാർ എത്ര രൂപ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ളത് വ്യക്തമായ കണക്ക് കയ്യിലുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ടുള്ളത്. എത്ര രൂപ കടമുണ്ടെന്ന് കൊച്ചി ചോദിച്ചു. മോളുടെ പേരെന്നാ? മുഹമ്മദ് ബിലാൽ. പിന്നെ കേന്ദ്ര സർക്കാർ തരാത്തതിന്റെ പേരിൽ എത്ര രൂപ ഉണ്ട് മോന് കിട്ടാനുണ്ട്? ഇല്ല, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം പെൻഷൻ മന്ത്ലി കിട്ടുന്നുണ്ടോ പൈസ? അത് സംസ്ഥാന സർക്കാർ നൽകുന്നു. കേന്ദ്ര സർക്കാരിൽ മോനൊന്നും കിട്ടുന്നില്ല. ഇല്ല, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രത്യേകം പെൻഷൻ ഒന്നല്ലേ ഉള്ളൂ. രണ്ട് തരത്തിലുള്ള പെൻഷൻ ഇല്ലല്ലോ. കേന്ദ്ര സർക്കാർ എന്ത് നൽകുന്നു എന്നുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, അടുത്ത ആരാണ്? വേറെ ചോദ്യങ്ങളുണ്ടോ? വേറെ പറഞ്ഞോ. അദ്ദേഹം പറഞ്ഞല്ലോ ഒരു പെൻഷനാ തരുന്നത്. അതിൽ കേന്ദ്രത്തിന് ഒരു വിഹിതം, കേരളത്തിന് ഒരു വിഹിതം എന്നുണ്ട്. വ്യത്യസ്തമായി 8 തരം ക്ഷേമ പെൻഷൻ. ക്ഷേമ പെൻഷനുകളിൽ സംസ്ഥാന വിഹിതവും കേന്ദ്ര വിഹിതവും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് വിധവാ പെൻഷൻ 1,600 രൂപയാണ് എല്ലാ ക്ഷേമ പെൻഷനും നൽകപ്പെടുന്നത്. അതിൽ 1,200 രൂപയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുക. ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. 400 രൂപയാണ് കേന്ദ്ര വിഹിതം നൽകേണ്ടത്. 6 മാസമായി അത് പെൻഡിങ്ങിലാണ്. ഒറ്റ ഉദാഹരണം മാത്രമാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ?
അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. ഈ പൂഞ്ഞാർ പഞ്ചായത്തിൻ്റെ മണിയങ്കുന്ന് വാർഡിൽ അവിടെ ഒരു ചെക്ക് ഡാമുണ്ട്. അതായത് മണിയങ്കുന്ന് വാർഡിനെയും പൂഞ്ഞാർ തെക്കേക്കരയും കൂടെ ബന്ധപ്പെട്ടുള്ള ഒരു ഇതാണ്. ഈ രണ്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി എന്ന് കൂടെ വേണമെങ്കിൽ പറയാം. അവിടെ ഒരു ചെക്ക് ഡാമിനോടനുബന്ധിച്ച് തന്നെ ഒരു ഇതുണ്ട്, വാട്ടർ നെടുങ്ങനാക്കയത്തിൽ പമ്പ് ഹൗസ് ഉണ്ട്.
ആ പമ്പ് ഹൗസിന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ഡാമിൻ്റെ ഉയരം ഏതാണ്ട് 2018 കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഉയരം കൂട്ടിയതുകൊണ്ട് ആ പ്രദേശത്ത് മുഴുവൻ വെള്ളം കയറുകയും പൂഞ്ഞാർ പള്ളിയുടെ കോമ്പൗണ്ടിൽ വരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് വരെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാ MLA യുടെ അടുത്തും MP യുടെ അടുത്തും ഒക്കെ പോയതാണ്. ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ കുറേ ഭാഗം ഒരു തുരുത്ത് പോലെ അങ്ങോട്ട് വരുന്ന റോഡ് ഈ ആറ്റിലെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വെള്ളം കയറുകയാണ്. അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലും നിയമസഭ നമ്മുടെ MLA യുടെ ഇതിലും ശ്രദ്ധയിലും എല്ലാം പെടുത്തിയിട്ടുള്ളതാണ്. ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ മറുപടി പ്രസിഡന്റ്. പ്രസിഡന്റ്, അതിന് നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടെന്ന് പറയുമ്പോഴത്തേക്കും കുറഞ്ഞ തുകയുള്ളൂ. ഇപ്പം ഓൾവിൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ഒരു വർഷം നമുക്ക് കിട്ടുന്നത്. അത് 13 വാർഡുകളിലേക്കും വീതിക്കും നമ്മൾ. അതുകൂടാതെ MLA യുടെ ഫണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. MLA യുടെ ഫണ്ടുകളാണ് കിട്ടുന്നത്. എന്നാൽ ഇവരുടെ മെമ്പർ തന്നെ നമുക്കറിയാം, നമ്മുടെ MP എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രമല്ല, ഈ പൊതുജനങ്ങളുടെ മുഴുവൻ ആളാണ് MP. അവിടെ ഒരു 20 ലക്ഷം 25 ലക്ഷം രൂപ കൊടുത്താൽ അവിടെ പമ്പ് ഹൗസിൻ്റെ അവിടെ ഒരു സൈഡ് വാൾ കെട്ടിയാൽ അവിടുത്തെ ഈ വെള്ളപ്പൊക്കം പരിഹരിക്കാവുന്നതാണ്. നമ്മൾ അവിടുത്തെ വാർഡ് മെമ്പർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു മെമ്പറാണ്. ആ മെമ്പറോട് ഞങ്ങൾ പറഞ്ഞ് ഗ്രാമപഞ്ചായത്തിൽ കമ്മിറ്റിയിൽ ഒരു നിവേദനം തയ്യാറാക്കി നമുക്ക് MP കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും നമുക്കറിയാമല്ലോ, MP യുടെ ഫണ്ട് മേടിക്കാനാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളും വരാമെന്ന് പറഞ്ഞു. ഈ വീടുകളിൽ വെള്ളം കയറിയപ്പോൾ ഞങ്ങളും ചെന്നതാണ്, എല്ലായിടത്തും ചെന്നു. അപ്പോൾ MLA യോട് പറഞ്ഞപ്പോൾ MLA പറഞ്ഞു 10 ലക്ഷം രൂപ MLA തരാമെന്ന്. MLA കാരണം MLA ആണ് ബാക്കി ഇവിടെ ഏത് ആവശ്യത്തിനും നമുക്ക് ഫണ്ട് തരുന്നത്. അപ്പം ഇതിന് ഒരു 10 ലക്ഷം രൂപ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് 10 ലക്ഷം രൂപ വെച്ചതാണ്. ആ 10 ലക്ഷം രൂപ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് MP യോടും ആവശ്യപ്പെട്ട MLA-യും ജില്ലാ പഞ്ചായത്തിൻ്റെയും കൂടെ ഫണ്ട് കിട്ടിയിരുന്നെങ്കിൽ അവിടെ ഒരു വെള്ളപ്പൊക്കവും ഉണ്ടാകാതെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് MP തന്നിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം തരാം. ഇവിടെ ഒരു മറുപടി കേട്ടിട്ട് MP-യും MLA നൽകാൻ തയ്യാറാണ്, പക്ഷേ MP ആണ് പ്രശ്നം. MP ആണ് എല്ലാവർക്കും വിഷയം. എന്തുകൊണ്ടായിരിക്കാം അത് കാര്യം വിഷയം? നിങ്ങളൊന്ന് ഓർക്കണം, ഈ MP ഫണ്ട് എന്ന് പറയുന്നത് കറക്റ്റ് ക്ലിപ്തമായിട്ട് വെച്ചിരിക്കുക 5 കോടി രൂപയാണ്. 2019 ശേഷമാണ് കോവിഡ് എന്ന മഹാമാരി ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം MP ഫണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ MP-മാരുടെ ഫണ്ടുകളെല്ലാം കട്ട് ഓഫ് ചെയ്തത് നമുക്കെല്ലാവരും അറിയാമല്ലോ. അതിനുശേഷം പിന്നെ വീതമായിട്ട് വന്നത് 2023 ശേഷമാണ്. പിന്നെ അതിനുശേഷം ആ കാലഘട്ടത്തിൽ വന്നാണ് നമുക്ക് കുറച്ച് ഫണ്ടുകളൊക്കെ വന്നത്. ഇത്രയും വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കാനില്ലാത്ത ആ കോവിഡ് കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാനില്ലായിരുന്നു. അപ്പോൾ ഇതിന്റെ അടുത്ത് ഇപ്പൊ പുതിയ സംവിധാനം വന്നിട്ടുണ്ട്, പുതിയതായിട്ട് വന്നു. അത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മുമ്പോട്ട് പോകാവുന്നതാണ്. പിന്നെ ഇപ്പം മുമ്പേ ഒരു അവസരം കിട്ടിയോണം, ഇടതുപക്ഷത്തിലെ ആൾ പറഞ്ഞുകൊണ്ട് UDF-കാരെല്ലാം വികസന വിരോധികളാന്ന് പറഞ്ഞു. ഇവിടെ പുതിയ പഞ്ചായത്ത് കെട്ടിടം പണിത് വെച്ചിട്ടുണ്ടല്ലോ, ആ പണിതിരിക്കുന്ന സ്ഥലം ഏത് കാലഘട്ടത്തിലാണ് വാങ്ങിച്ചെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടോ? അത് UDF-ന്റെ കോൺഗ്രസിന്റെ ജോർജ് ജേക്കബ് പാഴത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ആ സ്ഥലം വാങ്ങിച്ചിട്ട് പഞ്ചായത്ത് കെട്ടിടം ഇപ്പോൾ പണിത് വെച്ചിരിക്കുന്നത്. അതുപോലെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അതിനുശേഷം വന്ന സതീഷ് കുമാർ മണ്ഡലം പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വികസന വിരോധികൾ എന്ന പദം തീർച്ചയായിട്ടും UDF-ന് ചേർന്നതല്ല. വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് UDF ആണെന്നാണ്. തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കില്ല. കാരണം കാലങ്ങൾ സാക്ഷിയാണ്, തെളിവുകൾ സാക്ഷിയാണ്. പിന്നെ കുറ്റങ്ങൾ പറയാനാണെങ്കിൽ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയാന്നുള്ളൂ. പക്ഷേ എൻ്റെ ഒരു പ്രസക്തമായ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ആ സ്കൂള് പണിതിന്റെ മുന്നിലുള്ള കെട്ടിടം, ആ കെട്ടിടം പൊളിച്ചിലുണ്ടായത് മറ്റേ കട്ടള ഉരുപ്പടി തടികൾ അതൊക്കെ ലേലം ചെയ്ത് ആ പൈസ പഞ്ചായത്ത് ആയിക്കോട്ടെ. ഞാൻ പറട്ടെ, രമേശ് വെട്ടി 2018 വരെ വന്നു. അതിനുശേഷം എടാടി പ്രസാദ് വന്നെന്ന് പറഞ്ഞോളൂ. അപ്പൊ എനിവേ എന്തായാലും പൈസയാണ്, ക്യാഷാണ്, പബ്ലിക്കിന്റെ സാധനമാണത്. ആ ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്. ആ ചോദ്യത്തിന് ക്ലാരിറ്റി വേണം. എന്താണ് അത് ലേലം ചെയ്ത് കൊടുത്തോ അല്ലെങ്കിൽ അതിന്റെ വ്യക്തമായിട്ടുള്ള അത് പറയാം. അത് ഞാൻ പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട ചാർലി അത് ശ്രദ്ധിക്കാതെ പോയതാവാം. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഒരു കെട്ടിടം പഞ്ചായത്തിൻ്റെ കെട്ടിടം പണിയണമെങ്കിൽ, ഗവൺമെൻറ് കെട്ടിടം പൊളിക്കണമെങ്കിൽ അതിനുള്ള വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കാലപ്പഴക്കം ചെയ്ത് പൊളിച്ചു മാറ്റണമെന്നുള്ള എഞ്ചിനീയറുടെ റിപ്പോർട്ട്. രണ്ടാമത് ആ കെട്ടിടം അതിനെന്ത് വില വരും അത് എഞ്ചിനീയർ പരിശോധിച്ച് അതിന് വിലയിടും. ആ വില ഈടാക്കിയിട്ടുണ്ടോ? ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങൾക്കും കൃത്യമായ രേഖകൾ ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമാണ്. ഇത് തന്നെയാണ് മുമ്പേ പറഞ്ഞത്. നിങ്ങൾ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ പിന്നെ ആര് വന്നാലും ആർക്ക് വേണേ കിട്ടുമല്ലോ. ലഭിച്ചിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് എടുക്കണം വന്ന് അപേക്ഷിച്ചാൽ കിട്ടും. തീർന്നില്ല. പഞ്ചായത്ത് വക സ്ഥലം ചാർലി പറഞ്ഞ വളരെ കൃത്യമാണ്. 87 ഭരണസമിതി കാലത്ത് അവിടെയും അന്ന് LDF-ന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. അത് കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് 40 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിയത്.
ആ വിലയ്ക്ക് വാങ്ങിയ സ്ഥലം അതുകൊണ്ട് മാത്രം തീരുന്നില്ല വികസനം. അവിടെ നിരവധിയായ പ്രവർത്തനങ്ങൾ MLA, MP കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ഒരു കെട്ടിടം പണിയാമായിരുന്നു. അതിന് പകരം കാഴ്ചപ്പാടില്ലാതെ വ്യത്യസ്തമായ രീതിയിൽ അത് പണിത് വെച്ച് അവസാനം വന്നപ്പോഴാണ് നമ്മൾ പലതവണ ബഹുമാനപ്പെട്ട MPയുടെ അടുത്ത് പോയതാണ്. ഒരു 5 തവണയെങ്കിലും പോയിട്ടുണ്ട്. ഒരു 10 ലക്ഷം രൂപ ചോദിച്ചു. 1 രൂപ പോലും ആ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഓഫീസിന്റെ നിർമ്മാണത്തിന് MPക്ക് ഫണ്ടുകളില്ല എന്നുള്ളതാണ്. MPക്ക് ഫണ്ടുണ്ട്, പക്ഷേ ഇതിനെന്തുകൊണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. അത് രാഷ്ട്രീയ വിരോധമാണോ MP എന്ന് പറയുന്നില്ല. എന്താണോ, ഒന്നെങ്കിൽ ഫണ്ട് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ വേറെ വ്യത്യസ്തമായ പ്രാധാന്യം അനുസരിച്ചൊക്കെയാണല്ലോ ഈ ഫണ്ട് കൊടുക്കുന്നത് ഓരോ മേഖലയുടെ. അപ്പോൾ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫർണിച്ചറുകൾ അല്ലെങ്കിൽ ഓടുകൾ അതിന്റെ വ്യക്തമായ രേഖകൾ പഞ്ചായത്തിലുണ്ട്. ഇവർക്ക് നൽകാൻ തയ്യാറുമാണ്. അവിടെ വന്ന് അപേക്ഷിച്ചാൽ അവിടെ കിട്ടും. വിവരാവകാശം വെച്ചാൽ ഉദ്യോഗസ്ഥരാണ് അതിന് തയ്യാറാണോ? വിവരാവകാശം വെച്ച് അറിയേണ്ട കാര്യങ്ങളാണല്ലോ. വിവരാവകാശം വെച്ച് തന്നെ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചോ. ആരോടാണ്? MP ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. MP കൊടുത്ത ഒരു ഫണ്ട് കൊണ്ട് ഇവിടെ ഒരു LP സ്കൂളിലൊരു ബസ്സുണ്ടായിരുന്നു. ആ ബസ്സിനെ പറ്റി കുറേ കാലം അനക്കമില്ലാതെ അത് അവിടെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ഒരു ആംബുലൻസ് കൊടുത്തു. അത് കുറേ നാൾ, അതായത് MPയോട് എന്തോരം സ്നേഹമുണ്ടെന്ന് ഓർത്തുന്നാൽ മതി. ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നത് മനസ്സിൽ പിടിക്കുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇത് ശരിക്കും ഈ ആംബുലൻസിനോട് പോലും ഇത്രയും വിരോധം കാണിക്കണമെങ്കിൽ അതിനൊക്കെ എന്നതാ പറയുന്നത്? ആ വിരോധനത്തിന്റെ എന്തെങ്കിലും ആണോ ഗ്ലാസ് എറിഞ്ഞു പിടിച്ചത്? ആകാൻ മേലാഴികയുണ്ടോ? സംശയമുണ്ട്. മറുപടി. അതിന് ബഹുമാനപ്പെട്ട എബിച്ചൻ പറഞ്ഞ കാര്യത്തില് ഒരു ചെറിയൊരു തർക്കം നമുക്കുണ്ട്. ആംബുലൻസ് അനുവദിച്ചു, വളരെ നല്ല കാര്യമാണ്. കാരണം കിടപ്പ് രോഗികളുടെ പരിചരണത്തിന് വേണ്ടി MP വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ എല്ലാം തന്നെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെയും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ റിക്വസ്റ്റും പ്രകാരം. വലിയ കാര്യമാണ്. അതിന് MPയെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം അതിനൊക്കെ ചെറിയൊരു കുറുക്ക് വഴിയും കൂടെ ചെയ്തു. ഇത് ഗ്രാമപഞ്ചായത്തിന് ലഭ്യമാകാതിരിക്കാൻ വേണ്ടി ഇത് DMOയ്ക്ക് കൊടുത്തു. DMOയുടെ പേരിലാണ് ആ ആംബുലൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. DMOയുടെ പേരിൽ രജിസ്റ്റർ ചെയ്താലുണ്ടായ ഒരു കുഴപ്പം, പ്രായോഗിക പ്രശ്നമാണ് പറയുന്നത്. അവിടെ ഏതൊരു ഉദ്യോഗസ്ഥനെ വെക്കണമെങ്കിലും അതിൻ്റെ നടപടിക്രമം നടത്തണമെങ്കിലും DMO മുഖാന്തരം സാധ്യമാവുകയുള്ളൂ. പഞ്ചായത്തിന് ഒരു അധികാരവുമില്ല. എന്നാൽ പഞ്ചായത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഈ വണ്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നിരുന്നെങ്കിൽ ആ ഈ പറയുന്ന എബിച്ചൻ പറയുന്ന കാലതാമസം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. എന്തുകൊണ്ട് DMOയ്ക്ക് കൊടുത്തു? ഏതാണ്ട് 34ഓളം ആംബുലൻസ് MP പല ഗ്രാമപഞ്ചായത്തുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ വണ്ടി ഓടുകയും ചെയ്തു. അന്നേരം ആ കൊടുത്തതെല്ലാം DMOയ്ക്ക് തന്നെയാണ്. ഞാൻ അന്വേഷിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. MPയുടെ കാര്യാലയത്തിൽ നിന്നുള്ള നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും കൊടുത്തു. ഇവിടെ മാത്രം ഇത് ഓടുന്നില്ല, ഇപ്പോൾ ഓടിക്കുന്നില്ല എന്ന് വെച്ചു. അന്നേരവും ടാക്സിക്കാണ് ഈ സാധനം പൊക്കോണ്ടിരിക്കുന്നത്. ആംബുലൻസ് നിലവിലുള്ളപ്പോഴും ടാക്സിയിലാണ്, അതിന്റെ ചെലവുകൾ വേറെയും. അതിൻ്റെ മറുപടി, ഏതെങ്കിലും പഞ്ചായത്തിൽ നിയമവിരുദ്ധമായി കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ബോധമില്ലാത്ത ആളുകളല്ല ഈ പഞ്ചായത്തിലെ ഭരണസമിതി. വളരെ കൃത്യമായ കാര്യം പഠിച്ചാണ് ചെയ്യുന്നത്. അവിടെ ഒരു ഡ്രൈവറെ വെക്കണമെങ്കിൽ നിയമാനുസൃതം തന്നെയാണ് നമ്മൾ നടപ്പാക്കിയിരിക്കുന്നത്. അതായത് ഇത്രയും 34 പഞ്ചായത്തുകളിലെ ആൾക്കാരും ജീവനക്കാരും പഞ്ചായത്തുകാരും വിവരമില്ലാത്ത ആൾക്കാരെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ അങ്ങനെ വ്യാഖ്യാനിക്കണ്ട, അങ്ങനെ പറഞ്ഞില്ല. വിവരമില്ലാത്തവരെന്ന് കരുതുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാവാം ചിലപ്പം. എന്താണ് പറയാനുള്ളത്? ഈ നമ്മുടെ വോൾവിൻ മെമ്പറോടും പ്രസിഡന്റിനോടും കൂടെ ചോദിക്കാനുള്ള കാര്യമാണ്. നമ്മുടെ ചേനാട് 12-ാം വാർഡിൽ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു. പഴയ 11-ാം വാർഡ്, ഇപ്പോൾ 12-ാം വാർഡ്. അതൊരു 2-3 വർഷമായി വേറൊരു പഞ്ചായത്തിൻ്റെ സ്ഥാപനത്തിൽ വായനശാലയുണ്ട്, അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കെട്ടിടം പൊളിച്ചിട്ട് കുറേ നാളുകളായി. കുറേ സാധനങ്ങളെല്ലാം അവരെല്ലാം കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ പണി എന്നത്തേനും പൂർത്തിയാക്കാൻ പറ്റുമോ, അതിനെപ്പറ്റി വല്ല പ്ലാനോ പദ്ധതിയോ മെമ്പർക്കോ പ്രസിഡന്റിനോ ഉണ്ടോ എന്ന് മറുപടി പറഞ്ഞു. അതിൻ്റെ മറുപടി പറയാം. അതായത് നിലവിൽ അംഗൻവാടി 1976-ലാണ് ആ അംഗൻവാടി പണിത്. അപ്പം നിലവിൽ ഈ ഇടകാലത്ത് സ്കൂൾ കെട്ടിടം തകർന്നു, കുട്ടികൾക്ക് അപകടമുണ്ടായി എന്നെല്ലാം പറയുന്ന പോലെ ഇപ്പോഴത്തെ നിലവിൽ ഉദ്ദേശിച്ചു. വാർഡ് അത് മനസ്സിലായല്ലോ, അംഗൻവാടി എവിടെയെന്ന് മനസ്സിലായല്ലോ. അത് മതി. അമ്പലം അംഗൻവാടി. പറഞ്ഞു. അതിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ പഞ്ചായത്തിന് ആദ്യം 9 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അപ്പൊ ഈ 9 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് ഒരു അംഗൻവാടി പൂർത്തീകരിക്കാൻ സാധിക്കില്ല. സ്മാർട്ട് അംഗൻവാടി ആക്കണം. അപ്പോഴാണ് നമ്മുടെ MLA പറയുന്നു, MLA ഈ പൂഞ്ഞാർ മണ്ഡലത്തില്
അംഗൻവാടി, അതായത് പുതിയ സ്ഥലമുള്ളതും പഴയ അംഗൻവാടി പൊളിച്ചു കളയുന്നതുമായ ഏത് അംഗൻവാടിക്കും പണം അനുവദിക്കാം എന്ന് പറയുന്നു. 25 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ അടുത്ത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് ചെയ്തേക്കാന്ന് വെച്ചു. ഇപ്പൊ അതുകൊണ്ട് അംഗൻവാടി ഇപ്പം ടെൻഡർ കൊടുത്ത് പൊളിച്ചു. ഇനി അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത പിന്നത്തെ ഫണ്ട് കാര്യങ്ങള് MLA ഫണ്ട് കിട്ടാനുള്ള വകുപ്പുകളുണ്ടോ? ഉണ്ട്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തിലെയും അംഗൻവാടി ഇല്ലാത്ത സ്ഥലമില്ലാത്തടത്ത് സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കും. അംഗൻവാടി കെട്ടിടമില്ലാത്തടത്ത് കെട്ടിടം ചെയ്യാൻ വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ വീതം കൊടുക്കും. അപ്പോൾ നമ്മുടെ 11ാം വാർഡിലെ അംഗൻവാടിയുടെ പഴയ കെട്ടിടമായിരുന്നു, വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അപ്പോൾ ആ അംഗൻവാടി കെട്ടിടം പൊളിച്ചു. അത് നമ്മൾ ലേലം വിളിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സാധനങ്ങൾ എല്ലാം കൃത്യമായിട്ട് ലേലത്തിൽ വന്ന തുകയ്ക്കാണ് കൊടുത്തിട്ടുള്ളതും. അതും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും എടുക്കാം നമുക്ക് വിരാവശ്യം വെച്ചാൽ. പിന്നെ ഈ കെട്ടിടം പൊളിച്ച് 2 മാസത്തോളമായി അതിൻ്റെ ഇലക്ട്രിക്കലായിട്ട്, കാരണം നമുക്കവിടെ അംഗൻവാടിയുടെ കെട്ടിടം പണി തുടങ്ങണമെങ്കിൽ നമ്മുടെ കറണ്ട് കണക്ഷൻ ഉണ്ടത്. അവിടെ ഒരു കുറച്ച് കട്ട കെട്ടി അത് മാറ്റണമെന്ന് പറഞ്ഞു. അത് മാറ്റിയാൽ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പോസ്റ്റ് വേണം. അപ്പോൾ ഇതിന് വാർഡ് മെമ്പറെ ഏൽപ്പിച്ചിട്ട് 1.5-2 മാസത്തോളമായി. വാർഡ് മെമ്പർ ഇതുവരെ അത് ചെയ്തിട്ടില്ല. അതായത് നിലവിൽ നമ്മൾ KCBക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവര് പറഞ്ഞു ഒരു പുതിയ പോസ്റ്റ് അവിടെ വേണം. അപ്പൊ അത് പഞ്ചായത്ത് കമ്മിറ്റി, കഴിഞ്ഞ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. നമുക്ക് പൈസ വെക്കാം. പോസ്റ്റ് പുതിയ വെക്കണമെങ്കിൽ പൈസ വേണമല്ലോ, അല്ല പറ്റിയല്ലോ, പൈസ വേണം. അതുപോലെ തന്നെ പൈസ വെച്ചതിനാണ് പേപ്പർ ഇന്നലെ കൊടുത്തിട്ടില്ല. ഇന്നലെ ഞാൻ പിണ്ണാക്കനാട് KCB പോയതാണ്. പഞ്ചായത്ത് സെക്രട്ടറിയോട് നിന്ന് ചോദിക്കാം. ഇപ്പം വേണം ഇവിടെ വിളിച്ചു വരുത്തിക്കോ. ഇതുവരെ എസ്റ്റിമേറ്റിന്റെ പൈസ അടച്ചിട്ടില്ല. പൈസ അടയ്ക്കാതെ എങ്ങനെയാണ് ഇവരൊന്ന് പണിയുന്നത്? എസ്റ്റിമേറ്റ് എടുക്കുന്നത് KCB എന്നാണ്. അവർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അതും അറിയണമെങ്കിൽ അതും അതിന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ കത്ത് കൊടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് മാറ്റിയെങ്കിൽ അന്നേരം തന്നെ അത് ചെയ്യാമെന്ന് നമുക്ക് പറഞ്ഞു. ഞാൻ ഇന്നലെ സെക്രട്ടറിയെ കണ്ടു. എന്തുകൊണ്ടാണ് ഇത് അവിടുത്തെ അംഗൻവാടി ടീച്ചർ വിളിക്കുന്നു, CDPO വിളിക്കുന്നു. അപ്പം സെക്രട്ടറി പറഞ്ഞത് ഇത് എസ്റ്റിമേറ്റ് എടുത്ത് മാറ്റി അവിടെ ആ കട്ട കെട്ടിയാൽ അപ്പം അതിന് ആ 2 ദിവസത്തിനകം തന്നെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അത് പഞ്ചായത്തിൻ്റെ ഒരു കുഴപ്പവുമല്ല. KCB കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് വാർഡ് മെമ്പർ ഉത്തരവാദിത്വമാണ്. വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്വമാണ്. അവിടെ ഒരു അംഗൻവാടി വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ അംഗൻവാടി പണി ഇപ്പൊ തുടങ്ങേണ്ടതായിരുന്നു. ഇതുവരെ വാർഡ് മെമ്പറുടെ കഴിവുകേട് കൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ കൊണ്ട് മാത്രമാണ് അത്. ഒരു കാര്യം പറയാം, 76 തൊട്ട് അതിന് കരം പോലും അടച്ചിട്ടില്ലായിരുന്നു. ഈ വാർഡ് മെമ്പറെ ഞാൻ പൂഞ്ഞാർ വില്ലേജ് കൊണ്ടുപോയി കാരം കെട്ടിയത് ഞാനാണ്. 76 തൊട്ട് കരം അടയ്ക്കാൻ കിടന്ന സാധനം ഇത് പേപ്പർ അങ്ങോട്ട് ചെല്ലുമ്പോഴേ ചുമ്മാ അങ്ങോട്ട് ഒപ്പിട്ടാൻ ആരുമില്ല. അത് മനസ്സിലാക്കണം. KCBയിലെ വേണ്ട നടപടിക്രമങ്ങൾ എത്രയും വേണം നടപ്പിലാക്കുവോ? എത്രയും വേണം നടപ്പിലാക്കാനായിട്ട് സാധിക്കും. പറയൂ. ഒരു മിനിറ്റ് ഇവിടെ നമ്മുടെ UDF പ്രതിനിധിയോട് വോൾവിനോടും BJP ചേട്ടനോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു പദ്ധതി നടപ്പാക്കണമെങ്കിൽ നിരവധിയായ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ അംഗൻവാടി സ്വന്തമായി കെട്ടിടമില്ലാത്ത സ്ഥലമുള്ള അംഗൻവാടികൾക്ക് 10 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വോൾവിൻ്റെ വാർഡിലെയും 1-ാം വാർഡിലെയും സൗജന്യമായി സ്ഥലം നമ്മൾ കണ്ടെത്തി. അവിടെ 30 ലക്ഷവും ഇവിടെ 35 ലക്ഷവും രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ പുറകെ നടന്ന് BJP ആൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു കെട്ടിടം ഒറ്റയടിക്ക് പൊളിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ മുമ്പേ പറഞ്ഞ ഭാഗം തന്നെയാണ്. അതിനാ കെട്ടിടത്തിൻ്റെ വാല്യുവേഷൻ, അതിനനുസരിച്ച് കൊട്ടേഷൻ ക്ഷണിച്ച് നിയമാനുസൃതം നടപടിക്രമം നടത്തി മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതോടൊപ്പം തീർന്നില്ല. അതോടൊപ്പം തന്നെ അവിടെ കെട്ടിടം പൊളിച്ചപ്പം കറണ്ട് നമ്മുടെ മീറ്റർ ബോക്സ് ഇരുന്ന ഭാഗം പൊളിക്കാൻ പറ്റില്ല നിയമാനുസരണം. കെട്ടിടം പൊളിക്കുമ്പോൾ വാർഡ് മെമ്പർക്കും എനിക്കും സ്വാഭാവികമായി ചിലപ്പോൾ അത് മേലുള്ള അറിവുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും കാലതാമസം വന്നു. ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ വോൾവിൻ വെച്ചതനുസരിച്ച് അതിന് നിയമാനുസരണമുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ 2 അംഗൻവാടികളും പണി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. എന്താണ് ഞാൻ ചോദിക്കാൻ എന്നത്തേന് പൂർത്തീകരിക്കുമെന്ന് ഈ പൊളിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടോ എന്നറിയാൻ. അത് പൂർണ്ണമായിട്ടും 2026 ഈ 2 അംഗൻവാടിയും പൂർത്തീകരിക്കും. അടുത്ത ചോദ്യം ആർക്കാണ് ചോദിക്കാനുള്ളത്? അടുത്ത ചോദ്യം ബാക്കി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കാണ് ചോദിക്കാം? ആരോടാണ് ചോദ്യം? കോൺഗ്രസിന്റെ നേതാവിനോടാണ് ചോദിക്കാനുള്ളത്. 13, 12, 10, 11 ഈ 4 വാർഡിനെ അവശേഷിച്ച് പൂഞ്ഞാർ പഞ്ചായത്തിന് ഒരു ഹെൽത്ത് സെന്റർ ആണുള്ളത്. ആ ഹെൽത്ത് സെന്ററിന് ഒരു സബ് സെന്റർ അനുവദിക്കാം എന്ന് പറഞ്ഞ് സ്ഥലം അന്വേഷിക്കാൻ പറഞ്ഞു. അതായത് ഇപ്പം ഒരു കളി സ്ഥലത്താണ് സബ് സെന്റർ ചെന്നാട്. അവിടെ
കളിക്കാൻ വരുന്ന കുട്ടികളുടെ ശല്യം കാരണം കുത്തിവയ്പ്പ്, കുഞ്ഞുങ്ങൾക്ക് കുത്തിവയ്പ്പോ അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ട് ഒരു സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഒരു പരിശോധനയ്ക്കോ ഒന്നും ഉള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ട് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു സ്ഥലമായിട്ട് സ്ഥലം വാങ്ങിക്കുവാണെങ്കിൽ ഫണ്ട് അനുവദിക്കാം കെട്ടിടം പണിയാൻ എന്ന് പറഞ്ഞു. അതേ തുടർന്ന് ഈ 4 വാർഡിലും 4 മെമ്പർമാരും സ്ഥലം അന്വേഷിച്ചിട്ട് ഒരു വാർഡിലും സ്ഥലം കണ്ടെത്താൻ സാധിച്ചില്ല. ലാസ്റ്റ് ഞങ്ങൾ 12-ാം വാർഡിൽ സ്ഥലം കണ്ടെത്തി സ്ഥലം എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞു ഇത് നടത്തിക്കുകയല്ല ഞാൻ. എൻ്റെ ആരാണ് പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് ഓൾവിനാണ് പറഞ്ഞത്. ഇത് നടത്തിക്കുകയല്ല ഞാൻ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണിത്. അതിന് തക്ക ഒരു സ്ഥാപനം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നടത്തുന്നില്ലെങ്കിൽ നടത്തണ്ട, ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുമെന്ന് ധൈര്യപൂർവ്വം ഞാൻ പറഞ്ഞു. അങ്ങനെ സ്ഥലം വാങ്ങിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേർക്ക് എഴുതി കൊടുക്കുകയും അത് ഹെൽത്തിന് കൈമാറുകയും ചെയ്തു. കൈമാറിക്കഴിഞ്ഞ് അപ്പോൾ ആ ഇലക്ഷൻ വന്നപ്പോൾ ആ ഫണ്ട് വന്നതങ്ങ് മാറിപ്പോയി. പിന്നെ അത് പ്രോട്ടോക്കോൾ അനുസരിച്ച് പണിയാൻ പറ്റിയില്ല. അപ്പം തൽക്കാലത്തേന് അങ്ങോട്ട് എങ്കിൽ പോലും 12-ാം വാർഡ്, 11-ാം വാർഡ്, 10-ാം വാർഡ് മുഴുവൻ ആൾക്കാരെ കൊണ്ടും കയറി നടന്ന് ഒപ്പിടിയിപ്പിച്ച് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ഒരു ധർണ സംഘടിപ്പിക്കുകയും അവിടെ ഇരിക്കുകയും ചെയ്തു. അതെന്തിനാണ്? അത് വികസന വിരോധമാണോ? അതോ മറുപടി പ്രതിപക്ഷം മറുപടി. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26-ാം മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide.
കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ. അതായത് ചേനാട് സ്റ്റേഡിയത്തിൽ തീരുന്ന ഹെൽത്ത് സെന്റർ ആണത്. ഓക്കെ. ഒരിക്കലും അതായത് ചേനാട് ടൗണിൽ വർഷം മുമ്പ് AD മാത്യു സാർ ഇരുന്ന സമയത്താണ് ഹെൽത്ത് സെന്റർ ഇവിടെ കൊണ്ടുവരുന്നത്. AD മാത്യു പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്ത്. അപ്പം അവിടെ നിന്ന് ആ ഹെൽത്ത് സെന്റർ നമ്മൾ മാറ്റാനല്ല പറഞ്ഞത്. അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് അവിടെ ഈ സ്റ്റേഡിയത്തിന്റെ അകത്ത് വെള്ളം വരുന്നതും പിള്ളേർ കളിക്കുന്ന സംഭവം പറഞ്ഞു. അതിനോട് ചേർന്ന് തന്നെ കുഞ്ഞു പിള്ളേർ അംഗൻവാടിയുണ്ട്, അതിന് പരാതിയില്ല. ഒന്ന് നോട്ട് പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ അതായത് രണ്ടാമത് പറഞ്ഞ കാര്യമുണ്ട്, ഇവർ സ്ഥലം തപ്പിയെന്നുള്ളത്. നമ്മളും സ്ഥലം തപ്പിയതാണ്. നമ്മളും സ്ഥലം തൈലമാന തോമസ് കുട്ടിച്ചേട്ടൻ്റെ സ്ഥലം 5 സെന്റ് സ്ഥലം എഴുതി ഇപ്പൊ പത്രം കൊണ്ട് കൊടുത്താണ്. അപ്പം പറഞ്ഞു സമയം കഴിഞ്ഞു പോയി. ഓക്കെ, അതും സമ്മതിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റിയിൽ യൂണിയൻ മെമ്പർമാരെല്ലാവരും ഒറ്റക്കെട്ട ഒരു തീരുമാനം എടുത്തു. ഹെൽത്ത് സെന്റർ പുതിയതോടെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, ഇപ്പൊ പഴയത് നിലനിർത്തിക്കൊണ്ട് ചെയ്തോ, അതാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവിടെ ചെയ്യേണ്ടതെന്നല്ല പറഞ്ഞത്. ഇവിടുത്തെ ചേർന്നാട്ടെ പോകരുത്, പകരം നിങ്ങൾ അവിടെ ചെയ്തോ, പക്ഷേ ഇവിടെ നിൽക്കണം, നിലനിർത്തണം, അതേ പറഞ്ഞിട്ടുള്ളൂ. മറുപടി. ഒരു മിനിറ്റ് പറയൂ. അതായത് ബഹുമാനപ്പെട്ട മെമ്പർ ഒരു കാര്യം വസ്തുതയാക്കണം. നിങ്ങളവിടെ ഹെൽത്ത് സെന്റർ കൊണ്ടുവരായിരിക്കും നമ്മുടെ വിഷയമല്ല. പക്ഷേ ആ നിലവിലെടുക്കുന്ന ഹെൽത്ത് സെന്റർ അത് എവിടെയാണെന്നുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രാപ്യമാകുന്നത് റീച്ചബിൾ ആയിട്ടുള്ള ഹെൽത്ത് സെന്റർ ഏതാണെന്നുള്ളതൊന്ന് അന്വേഷിക്കണമായിരുന്നു. നിങ്ങൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഹെൽത്ത് സെന്റർ ഏറ്റവും ഇങ്ങേറ്റത്തെ മൂലയ്ക്ക് അല്ലേ? അത് ഇപ്പോൾ നിലവിലുള്ള പറഞ്ഞിട്ടോട്ടെ 12ാം വാർഡിന്റെ മൂലയ്ക്ക്, അതായത് പറ്റിക്ക് പറഞ്ഞാൽ രക്ഷാബങ്കാരുടെ പറമ്പിൽ, അതാണല്ലോ ഉദ്ദേശിച്ചത്. അതേസമയം അതിന്റെ മൊത്തം പറഞ്ഞു അത് അങ്ങ് മാളിക തൊട്ട് അങ്ങ് മേലുള്ള ആൾക്കാർക്ക് വരെ പങ്കെടുക്കേണ്ടതല്ലേ? ഒന്ന് നമ്മൾ പറഞ്ഞെന്താ, അവിടെ ചേർന്നാട്ടുള്ള ഹെൽത്ത് സെന്റർ നിങ്ങളുടെ ഹെൽത്ത് സെന്റർ നിർത്തലാക്കുന്നതിനെ പറ്റിയുള്ള വിഷയം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ മറ്റിവിടെ പണിയുടെ അഭിപ്രായ വ്യത്യാസം വേണ്ടില്ല. അങ്ങ് ആ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ പങ്കെടുക്കേണ്ട അതായത് അവർക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഭാഗത്ത് അത് നിർത്തിക്കൊണ്ട് അല്ല ഇല്ലാണ്ടായിക്കൊണ്ട് ഇവിടെ പണിയുടെ അഭിപ്രായം നിലനിർത്തി ചെയ്യാനാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, അതോ അത് പൊളിച്ചു മാറ്റിയതിനു ശേഷം അല്ലെങ്കിൽ അത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിർത്തലാക്കിക്കൊണ്ട് പുതിയത് ആരംഭിക്കാനാണോ ഉദ്ദേശിച്ചത്? അതിൻ്റെ ഇപ്പം പിന്നെ നമ്മുടെ ചാർലി പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കൂടുതൽ ജനങ്ങൾക്ക് ഏതാണോ ഉപകാരപ്രദമാകുന്നത് അത് നോക്കി വേണം സ്ഥലം നിശ്ചയിക്കാനും ചാർലി പറഞ്ഞു. വളരെ കൃത്യമായി ജനസംഖ്യ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ അറിയാം പൂഞ്ഞാർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഗുണം, 5 വാർഡുകളിലെ എവിടെ ഇരുന്നാലാണ് ഏറ്റവും ഗുണം. 1. 2, ഇപ്പോൾ പ്രവർത്തിക്കുന്ന ചേന്നാർ പ്രവർത്തിക്കുന്നത് നമ്മുടെ കളിസ്ഥലത്താണ്, ഒരു ഗ്രൗണ്ടിലാണ്. ഒരു കാരണവശാലും അവിടെ ഹെൽത്ത് സെൻറ്റർ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. ആ നിയമം മനസ്സിലാക്കാതെയാണ് അവിടെ പ്രവർത്തിപ്പിച്ചത്. അത് മാറ്റാൻ വേണ്ടി പുതിയ സ്ഥലം കണ്ടത് നിരവധി തവണ വോൾവിനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടായിരിക്കില്ല, സ്ഥലം കിട്ടിയില്ല. അവസാനം 12ാം വാർഡ് മെമ്പർ സുശീല മോഹനൻ സ്ഥലം കണ്ടെത്തുകയും നമ്മുടെ പിന്നെ മണിയംകുളം രക്ഷാഭവൻ 5 സെൻറ്റ് സ്ഥലം തികച്ചും സൗജന്യമായി തന്നു. ഇത് കൃത്യമായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ആധാരം എഴുതുകയും 55 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു 3 മാസത്തിനുള്ളതിന്റെ പണിയും അവിടെ തുടങ്ങും. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. ബാക്കി മറുപടി പറഞ്ഞോളൂ. ആ ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ട കാര്യം. 4 വാർഡിന്റെ നടുവിലാണ് ഈ സ്ഥലം, ഒരു മൂലയ്ക്കൊന്നുമല്ല.
ഈ മൂലയ്ക്ക് ചലഞ്ച് ചെയ്യുന്നു Okay. ചലഞ്ച് ചെയ്യുന്നു ഓക്കെ ഓക്കെ ചലഞ്ച് ചെയ്യുന്നത് ഓക്കെ ചലഞ്ച് ചെയ്തോളൂ. പക്ഷേ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് അല്ല, ഒരാൾ പറയട്ടെ പൂഞ്ഞാർ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞു എന്താ ഓക്കെ 4 വാർഡ് നടുക്കാന്ന് പറഞ്ഞു. Okay. 4 വാർഡ് നടുക്കല്ല, 4 വാർഡിന്റെ മൂലയ്ക്കാണ് സാധനം ഇരിക്കുന്നത്. അതെങ്ങനെ നടുക്കാന്ന്? അതല്ല ചാർലി പനിശപ്പാറ മാത്രം പരിശോധിച്ചാൽ ഓക്കെ പോരാ. ഓക്കെ ഓക്കെ അവിടെ മെമ്പർ മറുപടി പറയട്ടെ. മെമ്പർ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഈ മാളിക മുതലുള്ള ആൾക്കാർക്ക് പനിച്ചപ്പാറ വരണമെങ്കിൽ എത്ര രൂപ വേണം? ഈ രക്ഷാഭവനിക്ക് വരണമെങ്കിൽ എത്ര രൂപ വേണം? 10 രൂപ. ഈ മാളികയുള്ളവർക്ക് ചേനാട് ഹെൽത്ത് സെന്റർ ഉണ്ടല്ലോ. അവിടെ സ്ഥലം ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞല്ലോ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു അന്നെന്ന് പറഞ്ഞല്ലോ. അതെന്താ അംഗീകരിക്കാത്ത? സ്ഥലം വാങ്ങിച്ച് ഞാൻ പിടിക്കുന്ന തരാൻ പറ്റിയില്ല. നമ്മുടെ ബലഹീനത മനസ്സിലാക്ക്. അതിന് മറുപടി ഓടും പറയട്ടെ. ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ പേരിൽ സ്ഥലം എഴുതാൻ സാധിച്ചിരുന്നെങ്കിൽ അവിടെ പണിതേനേം. ഓക്കെ ഓക്കെ പറയൂ. സെക്രട്ടറിയുടെ പേരില് അല്ലല്ല വേറെ ഒന്നും പറയാനില്ല. സെക്രട്ടറി പേര് എഴുതിയ ദിവസം അറിയാലോ. ആ ദിവസവും പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഞാൻ കൊടുത്ത കത്തും നോക്കിക്കോ. ആ സ്ഥലം എന്താണ് പറഞ്ഞത്? മുൻ ആദ്യമായത് എന്റെതാണ്. വ്യക്തമായിട്ട് വേണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഏതായാലും മിനിസിന് മാറ്റാൻ പറ്റിയല്ലോ. പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത സാധനം തൈലമാന തോമസ് കുട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള സ്ഥലം ഈ പറയുന്ന രക്ഷാഭവൻ സെക്രട്ടറിക്ക് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് സമ്മതപത്രം എഴുതി കൊടുത്തായിരുന്നോ ഇല്ലെന്ന് ചോദിച്ചു നോക്കും. അന്നെന്താണ് സംഭവിച്ചത്? തൈലമാന തോമസ് കുട്ടിയുടെ ആരുടെ ആണെങ്കിലും ആവട്ടെ, ആ രേഖ എവിടെയുണ്ട്? ഒരാൾ സമ്മതപത്രം തന്നാൽ ആ സമ്മതപത്രം നടപ്പാക്കുന്ന തൊട്ടടുത്ത കമ്മിറ്റി വെച്ച് ആധാരം എഴുതണം. അത് ആ തൊട്ടടുത്ത കമ്മിറ്റിയിൽ അതിന് ആള് തയ്യാറായില്ല. അപ്പം വേറെ ഒരാൾ വളരെ സമ്മതപത്രവും എഴുതാൻ തയ്യാറായി വന്നു. അപ്പൊ അതെടുത്ത് പരിശോധിച്ചു. ഇത് അവിടെ വേറെ യാതൊരു തർക്കത്തിന്റെ പ്രശ്നമില്ലെന്നേ. അതെങ്ങനെയാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്നെ വെള്ളരിക്കപ്പെട്ടതാണോ? ഒരാൾ 5 സെന്റ് സ്ഥലം പഞ്ചായത്തിന് കൊടുക്കാൻ തീരുമാനിക്കുന്നത് പ്രത്യേക പർപ്പസിന് അവർ എഴുതി കൊടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് ഈ മെമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ നിവൃത്തിയൊന്നും. അത് സത്യസന്ധമായ കാര്യങ്ങൾ പറയണം. അത് വളരെ കാര്യം ചാർലി മനസ്സിലാക്കിക്കൊള്ളുക. സമ്മതപത്രത്തിന് യാതൊരു വിലയുമില്ല. സമ്മതപത്രം കൊണ്ട് കാര്യമില്ല. സമ്മതപത്രം രജിസ്റ്റർ ചെയ്യണം. സമ്മതപത്രം വെറുതെ എഴുതി കൊടുത്താൽ പോരാ. ഇതിന് ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ ചേന്നാട് 10-ാം വാർഡ്. ആ 10-ാം വാർഡിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർ ഒരു റോഡിന് വേണ്ടി സമ്മതപത്രവും എടുത്തു. 7 സെന്റ് സ്ഥലം, 6.5 സെന്റ് സ്ഥലമോ 7 സെന്റോ സ്ഥലം വേണം. അവസാനം അത് വെച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മണ്ടനായി. ഈ സമ്മതപത്രത്തിൻ്റെ പുറത്ത് ആധാരം എഴുതി, നക്കൽ എഴുതി വായിച്ചു. അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്യാൻ ഗുണഭോക്താവ് ആള് സ്ഥലം കൊടുത്ത ആൾ വന്നില്ല. ചരിത്രമാത്, സത്യമാത്, പരിശോധിക്കാം. ആള് വന്നില്ല. റോഡിന്റെ അത് 10-ാം വാർഡിലെ കാര്യം ഞാൻ പറയുന്ന അതല്ല. ഈ പറയുന്ന ഹെൽത്ത് സെന്ററിന്റെ കേസിൽ ഈ പറഞ്ഞ സ്ഥലം കിട്ടിയിരുന്നോ ഇല്ലയോ? പഞ്ചായത്തിൽ സംവിധാനം അറിയിച്ചിരുന്നോ ഇല്ലയോ? പഞ്ചായത്ത് സംവിധാനം അറിയിച്ചാൽ പോരാന്നാണ് തെളിവാ ഞാൻ പറഞ്ഞേ. ഷാൻഡി തോമസ് കൃത്യമായിട്ട് സമ്മതപത്രം എഴുതി തന്നെ 6 സെന്റ് സ്ഥലം അവിടെ ഒപ്പിടാൻ ആള് വന്നില്ല. പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭരണപരാജയമാണ്. ഓഫർ ചെയ്ത സ്ഥലം ആധാരത്തിൽ എഴുതി കുത്തിത്തിരിപ്പായിട്ട് പോയി കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ സാധ്യമല്ലായിരുന്നു. സ്ഥലം കിട്ടുന്നല്ലേ സ്ഥാപനങ്ങളോ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ സമ്മതപത്രം മതി. പോരാ. ഇന്ന് പഴയ പോലെയല്ല, നിയമങ്ങളെല്ലാം മാറി. ഏതെങ്കിലും വസ്തു റോഡിനോ മറ്റിതര വികസന പ്രവർത്തനത്തിനോ ഏറ്റെടുക്കണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്യണം. അത് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ അവിടെ ആധാരം ചെയ്യാൻ തയ്യാറല്ലായിരുന്നോ? പിന്നെന്താ സംഭവിച്ചത്? നടന്നില്ല. നടത്തിയില്ലെന്ന് പറയുന്ന ആധാരം നടത്താൻ സമ്മതിച്ചില്ല. അവരുമായിട്ടുള്ള വാദഗതികൾ നിർത്തി. സത്യം. കുറെ ജനവിഭാഗങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു നടപടിക്രമമായിട്ടാണ് അവർ പോയത്. ഏതായാലും അതിന്റെ പര്യവസാനം ഒന്ന് അവസാനിപ്പിക്കുകയാണ്. അത് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്തിന് വ്യക്തിപരമായി 13 വാർഡിലെ ഒരു മെമ്പർമാരോടും വിരോധമില്ല. എല്ലാവരെയും ഒരുപോലെയാണ്. വികസന ഫണ്ടുകൾ വളരെ കൃത്യമായിട്ടാണ് വിനിയോഗിക്കുന്നത്. ഓൾവിൻ്റെ വാർഡിലെ കുടിവെള്ള പദ്ധതിക്ക് മറ്റ് ഇതര വാർഡുകളിലെയും ജനപ്രതിനിധികളുടെയും കൂടെ ഞങ്ങളുടെയും കൂടെ പണമെടുത്താണ് ആ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത്. ഈ കാഴ്ചപ്പാടാണ് ഭരണസമിതിക്കുള്ളത്. പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മുടെ ഉഷാകുമാരിയോട് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് നിങ്ങളുടെ വിഹിതം വെക്കുക, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഓരോ ലക്ഷം രൂപ അതിലേക്ക് നൽകാം, അതോടൊപ്പം തന്നെ MP-യുടെ ഒരു 20 ലക്ഷം രൂപ കൂടെ വാങ്ങുക. അങ്ങനെ അത് അന്ന് മുമ്പ് പറഞ്ഞ ആക്ഷേപം പരിഹരിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഞങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ നടന്നില്ല. MP-യുടെ ഫണ്ടും പറ്റിയില്ല,
ഉഷാകുമാരിയുടെ ഫണ്ടും വെക്കാൻ പറ്റും. ഓക്കെ, ഈ കാര്യത്തിന് ഇവിടെ ഒരു കാര്യം ഒന്ന് പറയൂ എന്താണ് അതുമായിട്ട് മുന്നോട്ട് പോവുക ഹെൽത്ത് സെന്ററിന്റെ കാര്യങ്ങളുമായിട്ട്? കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അതിന് ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അവിടെ നടത്തരുതെന്ന് പറഞ്ഞ നല്ല പറയുന്നത്. ഓക്കെ, എഗ്രിമെന്റ് എഴുതിക്കൊണ്ട് വരുന്നത് ആധാരം ചെയ്തു കഴിഞ്ഞാണ്. ഓക്കെ, അതിന് മുമ്പായിരുന്നെങ്കിൽ ഏത് സമ്മതിക്കായിരുന്നു. വാർഡിലെ അംഗങ്ങളെ കൂടെ ഒപ്പിടിപ്പിച്ചു കൊണ്ടുവന്നത്? ഒപ്പൊക്കെ നേരത്തെ ഓക്കെ, ഓക്കെ, നമുക്ക് കമ്മിറ്റി മിനിറ്റ്സ് എടുക്കാം. ഓക്കെ, മിനിറ്റ്സ് പബ്ലിക്കായിട്ട് എടുക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അടുത്ത ആരാണ്? ഒരാൾ കൂടിയുള്ള ഒരു അവസരമാണ് തരുന്നത്. സമയത്തിന്റെ പരിമിതിയുണ്ട്. ഓക്കെ, 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 ഓക്കെ. ഇതിനു മുൻപ് തന്നെ പറഞ്ഞ് MP-യുടെ ഫണ്ടിന് പരിമിതികൾ ഉണ്ടായിരുന്നു. ആ കോവിഡ് കാലത്ത് ശരിക്കും ആ MP-ക്ക് ഫണ്ട് ഇല്ലാത്തൊരു സമയമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന് ഒരു എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഞാനീ പറഞ്ഞ ഈ 8-ാം വാർഡിലെ, അതായത് ഇപ്പോഴത്തെ 9-ാം വാർഡിലെ ആ വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശം. അവിടെ എല്ലാവരും കൂടെ ശ്രമിച്ചായിരുന്നെങ്കിൽ MLA കൊണ്ടോ ഒക്കെ ഫണ്ട് വെപ്പിച്ചാണേലും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ നമുക്കത് അവിടെ ഇത് വളർത്തിയെടുക്കാമായിരുന്നു. ആ റോഡിന് ഞങ്ങളിപ്പോൾ ഒരു പ്ലാനൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അത് നല്ല രീതിയിൽ തന്നെ അത് നടക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ അടുത്ത 5 വർഷം BJPക്ക് ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്തൊക്കെ ചെയ്യാനാണ് ഈ പഞ്ചായത്തിൽ ഉദ്ദേശിക്കുന്നത്? BJPക്ക് പഞ്ചായത്ത് അടുത്ത പ്രാവശ്യം ഭരണ നേട്ടം ഉണ്ടാകാൻ ഭരിക്കണമെന്നുള്ള തീരുമാനത്തിലായിരിക്കും. ഓക്കെ, വികസന പ്രവർത്തനങ്ങൾ BJPക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ സമഗ്ര മേഖലയിലും എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് തുല്യമായിട്ട്. ഓക്കെ, ഓക്കെ, അതിന് പ്രത്യേക ഇതല്ലാതെ. ഓക്കെ, പ്രതിപക്ഷത്തിലേക്ക് വരികയാണ്. അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ വികസനോന്മുഖ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താനായിട്ട് സാധിക്കും? എന്തൊക്കെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? അത് എനിക്ക് തന്നെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. അതിന്റെ കാരണം നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്. ആ ഇലക്ഷന് മുമ്പ് പ്രകടന പദ്ധതി ഇറക്കിയിരിക്കും. അതനുസരിച്ച് കാര്യങ്ങൾ പദ്ധതിയോടെ പറയും. ഓക്കെ, ഓക്കെ. തുടർ ഭരണത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും കഴിഞ്ഞ 2020 ഒരു കൃത്യമായ പ്രകടന പത്രിക തയ്യാറാക്കിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൽ പറഞ്ഞിരിക്കുന്ന 90% പദ്ധതികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 10%, അതോടൊപ്പം തന്നെ സമസ്ത മേഖലകളിലും സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാടോടുകൂടി പ്രകടന പത്രിക തയ്യാറാക്കി എല്ലാ വീടുകളിലും വിതരണം ചെയ്താണ് നമ്മൾ ഇലക്ഷനെ നേരിടുക. ഇത് വീണ്ടും ആവർത്തിക്കും. ഓക്കെ, ഓക്കെ. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിലെ ആലപ്പാട്ട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. പങ്കെടുത്ത ഏവർക്കും നന്ദി. അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26-ാം മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട്ട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട്ട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട്ട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട്ട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട്ട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട്ട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary
ജോൺസ് മിഷൻ ഹോസ്പിറ്റൽ, കാഞ്ഞിരപ്പള്ളി, കോട്ടയം. We care. God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈ ലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈ ലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ muirkens.com അല്ലെങ്കിൽ solarkerala.com.